ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്റർ 7-ലെ 4th യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ണർഷിപ്പ് ആൻഡ് LLPയുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ ഓരോ സിനാരിയോസ്, അതായത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അതുപോലെ തന്നെ കഴിഞ്ഞ യൂണിറ്റിൽ കണ്ടത് ഒരു പാർട്ട്ണർ ലീവ് ചെയ്യുമ്പോൾ, അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന 4th യൂണിറ്റ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, അതായത് ഒരു പാർട്ട്ണർ എന്നേക്കുമായി നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഓക്കെ, ഈ ഒരു സിനാരിയോയിൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്, അതിൽ ഗുഡ് വിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഗുഡ് വില്ലിന്റെ കേസ് പറഞ്ഞപ്പോൾ റിട്ടയർമെന്റ്, പാർട്ണർ റിട്ടയർ ചെയ്യണ സമയത്ത് നമ്മൾ ഗുഡ് വില്ല് അതുപോലെ തന്നെ അസറ്റ്സ് ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഫേമിൽ ഈ ഒരു സിനാരിയോയിൽ, ഈ ഒരു കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് മെയിൻലി ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഓക്കെ, ഒരു കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ മുമ്പത്തെ യൂണിറ്റുകൾ 1, 2, 3 ആ 3 യൂണിറ്റിലെയും നമ്മൾ പഠിച്ച ജേണൽ എൻട്രീസിൻ്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ആക്ച്വലി ഈ അടുത്തുള്ള ഇനിയുള്ള 3 യൂണിറ്റ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജേണൽ എൻട്രീസ് ഒക്കെ കഴിഞ്ഞ യൂണിറ്റിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. അതായത് ഇപ്പോൾ ഗുഡ് വില്ലിൻ്റെ ഷെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുന്ന ഗുഡ് വില്ല്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ റീവാലുവേഷൻ ഓഫ് പ്രോഫിറ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എൻട്രീസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളൊക്കെ കണ്ടതിൻ്റെ സെയിം എൻട്രീസ് ഒക്കെയാണ് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ക്യാപിറ്റലിലേക്ക് കാണിക്കുന്നത്. ആ കൺസെപ്റ്റ് ഒക്കെ കഴിഞ്ഞ ഇതേപോലെ തന്നെ സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ സിനാരിയോ വ്യത്യാസമാണ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള കേസാണ് പറയുന്നത്. ഇവിടെ റിട്ടയർമെന്റിന്റെ സമയത്തുള്ളതാണ്. ഓക്കെ, അത് എങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമായ നോർമലി ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അതിൻ്റെ പാർട്ണർഷിപ്പിൽ പാർട്ണേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ പാർട്ട്നേഴ്സിന് ഏജ് ആവാം, അപ്പോൾ അല്ലെങ്കിൽ വയ്യാതെ ആവാം. ഒരു പാർട്ണറൊക്കെ ചിലപ്പോൾ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് മാറിക്കാം. പക്ഷെ എന്നാലും അത് വൈൻഡപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു 3-4 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു പാർട്ട്ണർ പോയാൽ ബാക്കി 3 പേർക്ക് വേണമെങ്കിൽ ആ ബിസിനസ് ക്യാരി ഓൺ ചെയ്യാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു പാർട്ട്ണർ ഇപ്പോൾ ഒരു 4 പേരുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേം, അതിൽ നിന്ന് ഒരു പാർട്ട്ണർ പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഈ ഒരു പാർട്ട്ണറിനും കൂടി ഷെയർ ചെയ്യേണ്ട പ്രോഫിറ്റ് ബാക്കിയുള്ള 3 പാർട്ട്നേഴ്സിനും കൂടി കിട്ടും. ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ ഗെയിനിങ് റേഷ്യോ ആണ്. അഡ്മിഷൻ ഓഫ് എ ടൈമിൽ നമ്മൾ പറഞ്ഞത് സാക്രിഫൈസിങ് റേഷ്യോയുടെ കേസ് പറഞ്ഞു. നമ്മൾ ആ സാക്രിഫൈസിങ് റേഷ്യോ എവിടേക്കാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്? ഗുഡ് വില്ലിന്റെ ഷെയർ ചെയ്യുക അങ്ങനത്തുള്ള കേസിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോന് പകരം ഗെയിനിങ് റേഷ്യോ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ് മെയിൻലി റേഷ്യോ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ വരുന്നത്. ഓക്കെ, അതായത് മെന്നെ പാർട്ണർ റിട്ടയർ ദ കണ്ടിന്യൂയിങ് പാർട്ണർ ഗെയിൻ ചെയ്യും, മേക്ക് എ ഗെയിൻ ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇവർക്കൊരു ഗെയിൻ വരും. ഓക്കെ, ഇതിനു മുമ്പ് 4 പാർട്ട്നേഴ്സിന് ആ പ്രോഫിറ്റ് വീതിച്ചു കൊടുക്കണമായിരുന്നു. പക്ഷെ ഇനി മുതൽ ഈ 3 പേര് തമ്മിൽ വീതിച്ചാൽ മതി. അതായത് 3 പേര് വീതിക്കുമ്പോൾ നോർമലി ഇവർക്ക് ഒരാൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഇവർക്ക് ഗെയിനിങ് റേഷ്യോ ആണ് നോർമലി വരാറ്. ഓക്കെ, പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യണം. പിന്നെ ഗുഡ് വിൽ റേസ് ചെയ്യണം. പിന്നെ വല്ല ജോയിന്റ് ലൈഫ് പോളിസി. ഓക്കെ, ഈ റിട്ടയർമെന്റ് സമയത്തുള്ളൊരു കേസാണ് ഇവർക്ക് യൂഷ്വലി പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഈ 3 പാർട്ട്നേഴ്സിനും കൂടി ജോയിന്റ് ലൈഫ് പോളിസി കൊടുക്കും. ഓക്കെ, അതായത് വേറെ ഇൻ കേസ് പെട്ടെന്ന് ഒരു പാർട്ണർ മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, റിട്ടയർമെന്റ് അല്ല, ഇൻ കേസ് എന്തെങ്കിലും പാർട്ട്നേഴ്സിനും എന്തെങ്കിലും മരണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലോസ് കവർ ചെയ്യാൻ വേണ്ടി ഒരു ജോയിന്റ് ലൈഫ് പോളിസി തുടങ്ങും. ഓക്കെ, അതിന്റെ പേയ്മെന്റ് എന്തായിരിക്കും? പാർട്ണർഷിപ്പ് ഫേം ബിസിനസ്സിൽ നിന്ന് തന്നെയായിരിക്കും പോകുന്നത്. അതൊരു എക്സ്പെൻസ് ആയിട്ട് വരികയും ചെയ്യും. അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ നമുക്കറിയാം റീവാലുവേഷൻ നടത്തുമ്പോൾ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? കറന്റ് അക്കൗണ്ട്സ്, അതായത് റിട്ടയർമെന്റിന് മുമ്പുള്ള റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഓൾഡ് പാർട്ണറും കൂടി ഉണ്ടായിരുന്ന സമയത്തുള്ള
അസറ്റുകൾ റീവാല്യൂ ചെയ്തപ്പോൾ വരുന്ന പ്രോഫിറ്റ് ആണ്. അപ്പം എന്താണ് അത് ഓൾഡ് ഷെയറിംഗ് റേഷ്യോയിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനും കൂടി, അതായത് ഇപ്പൊ റിട്ടയർ പോകുന്ന പാർട്ട്ണർക്കും കൂടി അതിന് അവകാശമുണ്ട്. അപ്പൊ ആ പ്രോഫിറ്റും കൂടി പുള്ളിക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഫുൾ ഫൈനൽ സെറ്റിൽമെന്റ്, അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് എന്താണ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പറയുന്ന ഒരു ഫൈനൽ എമൗണ്ട് പുള്ളിക്ക് സെറ്റിൽ ചെയ്യണം. എന്നാലാണല്ലോ പുള്ളിക്ക് എന്താ പറയുക, പുള്ളിക്ക് ഒരു പേയ്മെന്റ് കൊടുത്താലാണ് പുള്ളിയുടെ ലൈബിലിറ്റി ഇവിടെ നിന്ന് മീൻസ് ഫേമിൽ നിന്ന് പോവുകയുള്ളൂ. ആ പേയ്മെന്റിന്റെ എന്താണ് ഈ റിവാലുവേഷൻ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം പേയ്മെന്റ് ആയിട്ട് കൊടുക്കാൻ. നിങ്ങൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, ഇനി എന്താണ് ഗെയിനിങ് റേഷ്യോ, എങ്ങനെയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കാണുന്നതെന്ന്. അതായത് സിമ്പിൾ ആണെന്ന് പറയുക, ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കണ്ട കുറച്ച് സിനാരിയോ മീൻസ് കേസ് ഉണ്ടല്ലോ, അതായത് പ്രോഫിറ്റ് 1 ആയിട്ട് എടുക്കുക. അതായത് കഴിഞ്ഞ ഇതിൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ട കുറച്ച് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അതുപോലെ അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ തന്നെയാണ് എന്താ പറയുക ഗെയിനിങ് റേഷ്യോയിലും കാണാനും വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്താണ് ഒരു പുതിയ റേഷ്യോ ഓൾറെഡി എന്താ പറയുക, അതായത് റിമൈനിങ് പാർട്ട്നേഴ്സ് വെച്ചിട്ടൊരു പുതിയ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അപ്പം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതായത് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ, അതായത് പുതിയ റേഷ്യോ ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്താൽ നമുക്കൊരു ഗെയിനിങ് റേഷ്യോ കിട്ടും. ഇനി പുതിയ റേഷ്യോ തന്നിട്ടില്ല, വെൻ ന്യൂ റേഷ്യോ ഇസ് നോട്ട് ഗീവൻ, അപ്പം എന്താണ് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും എന്താ പറയുക അവരുടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുക. ഓക്കെ, അത് നമ്മൾ എന്താണ് കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടാണ് സാക്രിഫൈസിങ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ കാണാനായിട്ട് ന്യൂ റേഷ്യോ എന്നിട്ടില്ലെങ്കിൽ എന്താണ് ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് റേഷ്യോ ആണ്. ഓക്കെ, അതായത് നമുക്ക് ഗെയിനിങ് റേഷ്യോ ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഗെയിനിങ് ഓർ ബെനിഫിറ്റ് റേഷ്യോ സ്കീം, അതായത് നമുക്ക് ഓൾറെഡി ഗെയിനിങ് റേഷ്യോ അല്ലെങ്കിൽ ബെനിഫിറ്റ് റേഷ്യോ. അപ്പം നമ്മൾ ന്യൂ റേഷ്യോ കാണാൻ എന്താണ് ഈ ഓൾഡ് റേഷ്യോയുടെ കൂടെ ഗെയിനിങ് റേഷ്യോ ആഡ് ചെയ്താൽ മതി. ഓക്കെ, നോർമലി ഇങ്ങനത്തെ കേസാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ച് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കേസിൽ എന്താണ് ഈസ് ഗിവൻ അബൌട്ട് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ പറ്റി ഒന്നും തന്നെ തന്നിട്ടില്ല. ഓക്കെ, ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, നമ്മളെങ്ങനെയാണ് എന്താ പറയുക ന്യൂ റേഷ്യോ കാണുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താണ് അലോക്, ഭാസ്കർ ആൻഡ് ചേതൻ ഇവർ പാർട്ട്നേഴ്സ് ആണ്. ഇവരെന്താണ് 3:2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് എന്താ പറയുക പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോരുത്തരും റിട്ടയർ ആകുമ്പോൾ എങ്ങനെയാണെന്ന്, അതായത് 3 സിനാരിയോ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓൾഡ് പ്രോഫിറ്റ് റേഷ്യോ നമുക്കറിയാം 3:2:1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് ഒന്നും. അപ്പോൾ എന്താണ് അലോകാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എന്താണ് ഭാസ്കറും ചേതനാണ് ബാക്കി നിൽക്കുന്നവർ. അപ്പോൾ എന്താണ് അവർക്ക് പഴയ റേഷ്യോനെ 2:1 എന്ന റേഷ്യോ തന്നെ അവർ പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. ഇനി ഭാസ്കറാണ് റിട്ടയർ ആണെങ്കിലോ 3:1 എന്ന് പറഞ്ഞ റേഷ്യോ, കാരണം ന്യൂ റേഷ്യോ എന്താണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഓൾഡ് റേഷ്യോ എന്താ പറയുക ഓൾഡ് റേഷ്യോയിൽ നമ്മുടെ അടുത്ത് ഗെയിനിങ് റേഷ്യോ അല്ലെങ്കിൽ ന്യൂ റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ ന്യൂ റേഷ്യോ കാണാൻ സിമ്പിളാണ്. ആ പാർട്ണർ ഏത് പാർട്ണറാണ് റിട്ടയർ ചെയ്യുന്നത് ആ പാർട്ണറിന്റെ ഷെയർ ഓൾഡ് ഷെയറിൽ നിന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് എന്താണ് ന്യൂ ഷെയർ കിട്ടും. ബാക്കിയുള്ള ഓൾഡ് ഷെയർ മീൻസ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്, അതായത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ എന്തായിരുന്നോ ഷെയർ അത് തന്നെ ഇവർക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് വരുമെന്ന്. ഓക്കെ, ഇപ്പൊ ഭാസ്കറാണ് റിട്ടയർ ആണെങ്കിൽ എന്താണ് ഭാസ്കറിന്റെ വെച്ചിട്ട് അലോകിന് 3 ആണ് ഷെയർ വരുന്നത് ഓൾഡ് റേഷ്യോയില്, ചേതന് 1 ആണ്. അപ്പൊ 3:1 ആയിരിക്കും ന്യൂ റേഷ്യോ. ഇനി ചേതനാണ് റിട്ടയർ ചെയ്യണമെങ്കിലോ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ണർ അലോക്കും ഭാസ്കർ ആയിരിക്കും. അപ്പൊ അലോകിന് 3ഉം ഭാസ്കറിന് 2 ആണ്. അപ്പൊ 3:2 എന്ന് പറഞ്ഞ റേഷ്യോ. ഓക്കെ, അതായത് ഒന്നും തന്നെ തന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്താ പറയുന്നത് നമ്മുടെ അടുത്ത് ഗെയിനിങ് റേഷ്യോ വന്നിട്ടുണ്ട്. വെൻ ഗെയിൻസ് ഓഫ് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ ഗെയിൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. നമുക്കറിയാം എന്താ പറയുക അത് ഓൾഡ് ഷെയറിന്റെ കൂടെ ഗെയിനിങ് റേഷ്യോ ആഡ് ചെയ്താൽ മതി. സോ അരവ്, ഭാരത് ആൻഡ് ചുനൻ ഇവർ പാർട്ട്നേഴ്സ് ആണ്. റേഷ്യോ 3:2:1. അരവ് റിട്ടയർ ചെയ്തു. ഇതെന്താണ് ബാക്കി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എങ്ങനെ എടുക്കുന്നത്, അതായത് അരവിന്റെ 2/6 ബാൻറ്റ എന്ന് പറയുന്ന ആളെടുക്കും. ചുൻമൻ 1/6, അരവിന്റെ 1/6 എന്താ പറയുക ചുനും എടുക്കും. ഓക്കെ, സോ ന്യൂ റേഷ്യോ എങ്ങനെ വരുന്നത്, ഇത് ഓൾറെഡി 3:2:1 ആണ്. അപ്പൊ 3/6 ആണ് എന്താ പറയുക അരവ് എന്ന ആളുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 3/6 ആണ്. ഇതിലെന്താണ് 2/6 ബാൻറ്റ എന്ന് പറയുന്ന ആളെടുക്കും.
1/6 ചുൻമുൻ എന്ന് പറയുന്ന ആൾ കൊടുക്കും. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് എന്താണ് ഈ ഗെയിനിങ് റേഷ്യോ എന്താണ് ഓൾഡ് റേഷ്യോയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ബാൻറ്റയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ പ്ലസ് ഗെയിനിങ് റേഷ്യോ, അതായത് 2/6 ആണ് എന്താ പറയുക ബാൻറ്റ എന്ന് പറയുന്ന ആളുടെ ഓൾഡ് റേഷ്യോ വരുന്നത്. അപ്പോൾ 2/6 പ്ലസ് 2/6 പുള്ളിക്ക് എത്ര കിട്ടും 2/6, അപ്പോൾ എത്രയാണ് 4/6 ആണ് ബാൻറ്റയുടെ ന്യൂ ഷെയർ. ചുൻമുൻ എങ്ങനെയാണ്, ചുൻമുന് 1/6 ആണ് പുള്ളിയുടെ ഓൾഡ് ഷെയർ വരുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ എന്താണ് 1/6 അരവിൻ്റെ 1/6 കൂടി കിട്ടും, അപ്പോൾ 2/6. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് എത്ര കിട്ടും 4/6, അതായത് 4:2 എന്ന് പറഞ്ഞ റേഷ്യോ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലേക്കാവും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത് മൂന്നാമത്തെ കേസാണ്, അതായത് റേഷ്യോ ഇൻ വിച്ച് റിമൈനിങ് പാർട്ട്നേഴ്സ് അക്വയർ ദ ഷെയർ ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്. ഓക്കെ, അതായത് എന്താണ് റിമൈനിങ് പാർട്ട്നേഴ്സ് എന്താണ് പുറത്തേക്ക് പോകുന്ന പാർട്ട്ണറിന്റെ ഷെയർ അക്വയർ ചെയ്യുന്നു. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ദീപു, ടാഷ, ഹണി ഈ മൂന്നേരും പാർട്ട്നേഴ്സ് ആണ്. അവർ എന്താണ് 3:2:1 റേഷ്യോയിലാണ്. ടാഷ എന്ന് പറയുന്ന ആള് റിട്ടയർ ചെയ്തു. അതായത് ഈ ടാഷയുടെ ഷെയർ എന്താ പറയുക ദീപു ഹണിയും കൂടി 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് എന്താ പറയുക അവര് അക്വയർ ചെയ്യുന്നത്. അതായത് എന്താണ് ടാഷയുടെ ഷെയർ എത്രയാണ് 2/6 അല്ലേ, 3:2:1. ഇത് ടാഷയുടെ ഷെയർ എന്ന് പറയുന്നത് 2/6 ആണ്, കാരണം ഓൾഡ് ഷെയറിന് റേഷ്യോ 2/6 ആണ്. ഇതിൻ്റെ എന്താണ് 2/3 ആർക്കാണ് ദീപുവിനും, അതുപോലെ തന്നെ 1/3 ആർക്കാണ് ഹണിക്കുമാണ്. ഓക്കെ, ഇത് ഹണിക്ക്, ഇത് ദീപുവിന്. ഓക്കെ, സോ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണ് ഇവരുടെ പുള്ളിയുടെ എന്താ പറയുക ഗെയിനിങ് റേഷ്യോ കിട്ടും. അത് നമ്മൾ എന്താ ദീപുവിൻ്റെ ഹണിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ റേഷ്യോയിലേക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ദീപു അക്വയർ ചെയ്യുന്ന ഷെയർ എത്രയാണ് ടാഷയുടെ ഷെയർ 2/6 ആണെന്നുണ്ട്, അത് ഇൻറ്റു 2/3. സോ 4/18 ആണ് എന്താ പറയുക ദീപുവിൻ്റെ ഷെയർ. ഹണിയുടെ എത്ര വരും 2/6 ആണ് എന്താ പറയുക ടാഷയുടെ, അതിൻ്റെ 1/3 ആണ് ഹണിക്ക് കിട്ടുക. അപ്പോൾ 2/18 എന്താ പറയുക ഹണിയുടെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരും. ഇതെന്ത് ചെയ്യണം, ഈ രണ്ട് എമൗണ്ട് എന്ത് ചെയ്യണം ദീപുവിൻ്റെ ഹണിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഓൾഡ് ഷെയറിലേക്ക് ആഡ് ചെയ്യണം. എത്രയാണ് 3/6 ആണ് ദീപുവിൻ്റെ ഓൾഡ് ഷെയർ, അതിൻ്റെ കൂടെ 4/18 ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് 13/18 കിട്ടും. ഓക്കെ, 18 ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ നമുക്ക് എന്താണ് 13/18 എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് എത്തും. ഇനി ഹണിയുടെ ഓൾഡ് ഷെയർ എത്രയാണ് 1/6 ആണ്, ഹണിയുടെ പുതിയ ഷെയർ 2/18 ആണ്. സോ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ 5/18 കിട്ടും. അപ്പോൾ എന്താണ് ദീപു ഹണിയും തമ്മിലുള്ള ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 13:5 ആയിരിക്കും. ഓക്കെ, ഇനി ഗെയിനിങ് റേഷ്യോ എങ്ങനെയാണ് കാണുന്നതെന്നാണ് ഇത്ര നേരം നമ്മൾ ന്യൂ റേഷ്യോ ആണ്. ഇനി ഗെയിനിങ് റേഷ്യോ ആണുള്ള കുറച്ച് കേസസ് ആണ് പറയുന്നത്. അതായത് ABC പാർട്ട്നേഴ്സ് ആണ് അവരെന്താണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 1/2, 3/10, 1/5 റെസ്പെക്റ്റീവ്ലിയാണ്. ബി എന്ത് ചെയ്തു റിട്ടയർ ചെയ്തു. B എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്രോഫിറ്റ് എന്നാണ് 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഓൾഡ് റേഷ്യോ, ഇതാണ് ന്യൂ റേഷ്യോ. ഓക്കെ, സോ എന്താണ് ഇത് കാണാൻ എന്താണ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആയിരിക്കും എന്താ പറയുക ന്യൂ റേഷ്യോ എന്ന് ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കിട്ടും ഗെയിനിങ് റേഷ്യോ കിട്ടും. സോ എന്താണ് ഇവരുടെ ഷെയർ നമുക്കറിയാം 3/5, 2/5 ആണ് ഇവരുടെ ന്യൂ ഷെയർ വരുന്നത്. എയുടെയും സിയുടെയും 3/5ഉം 2/5ഉം. ഇവരുടെ ഓൾഡ് ഷെയർ എത്രയാണ് 1/2ഉം 1/5 ആണ് എയുടെയും സിയുടെയും. സോ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് 1/10ഉം 1/10:2/10 എന്ന് പറഞ്ഞ റേഷ്യോ വരും. അപ്പോൾ 1/2 ആണ് എന്താ പറയുക 1:2 ആണ് എന്താ പറയുക എയുടെയും സിയുടെയും ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട്. ഇനി WABC പാർട്ട്നേഴ്സ് ആണ്. അവരെന്താണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 1/3, 1/6, 1/3, 1/6 ഈ ഒരു റേഷ്യോയിലാണ്. ബി റിട്ടയർ ചെയ്തു. ഡബ്ല്യുവും എയും സി എന്ത് ചെയ്തു ഇവരുടെ ഫ്യൂച്ചർ ഷെയർസ് എന്താണ് ഫ്യൂച്ചർ പ്രോഫിറ്റ് എന്താണ് ഈക്വലി ഷെയർ ചെയ്യാമെന്ന് വിശ്വസിച്ചു. സോ എന്താണ് ഇവരുടെ പുതിയ റേഷ്യോ എന്തായിരിക്കും 1/3, 1/3, 1/3 ഈക്വലി ആണല്ലോ. 3 പേര് ഈക്വലി ആകുമ്പോൾ 1:1. അപ്പോൾ 1/3, 1/3, 1/3. ഇവരുടെ ഓൾഡ് ഷെയർ എന്താണ് അതായത് ബിയാണ് റിട്ടയർ ആണ്. അപ്പോൾ WAC ഇവരുടെ ഷെയർ എന്താണ് 1/3, 1/6, 1/6. ഓക്കെ, അതായിരിക്കും എന്താ പറയുക ഇവരുടെ ഓൾഡ് ഷെയർ. ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതിയല്ലോ. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താണ് എയ്ക്കും സിക്കും അതായത് ഡബ്ല്യുവിന് എന്താ പറയുക ഒരു സാക്രിഫൈസ് ഇല്ല. പുള്ളിയുടെ ഓൾഡ് ഷെയർ തന്നെയാണ് ന്യൂ ഷെയർ ആയിട്ട് വരുന്നത്. അപ്പം ഡബ്ല്യുവിന് എന്താ പറയുക ഗെയിനിങ് റേഷ്യോ ഒന്നുമില്ല.
എയ്ക്ക് എന്താണ് 1/6 കിട്ടും, സിക്കും 1/6 കിട്ടും. അപ്പൊ എയ്ക്കും സിക്കാണ് ഇവിടെ ഗെയിനിങ് റേഷ്യോ ഉള്ളത്. അത് 1:1 എന്ന് പറഞ്ഞ റേഷ്യോ. അതായത് ബി എന്ന് പറയുന്ന പാർട്ണർ റിട്ടയർ ആകുമ്പോൾ അവിടെ പുള്ളിയുടെ പ്രോഫിറ്റ് എന്താ പറയുക എയ്ക്കും സിക്കും ആണ് അലോക്കേറ്റ് ആയി പോകുന്നത്. ഇനി എന്താണ് ABC ആണ് പാർട്ണേഴ്സ്. അവരെന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്നത് 25:15:9. ബി റിട്ടയർ ചെയ്തു, അവരെന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്താ പറയുക എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ്, അതായത് ഇപ്പം നിലവിലുള്ള, അതായത് എയും ബിയും തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിയും സിയും തമ്മിലുള്ള റേഷ്യോയുടെ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എന്താണ്, ഓൾഡ് റേഷ്യോ 15:9 ആണ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5:3 ആണ് എന്ത് പറയുക ഇനി എയും സിയും തമ്മിലുള്ള റേഷ്യോ. അതായത് വേറൊന്നല്ല, ബി ആണ് റിട്ടയർ ആവുന്നത്, പക്ഷെ എന്താണ് ഇവിടെ ഷെയർ റേഷ്യോ വരാൻ പോകുന്നത് ബിയും സിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ ആയിരിക്കും എയും സിയും തമ്മിലുള്ള ന്യൂ റേഷ്യോ ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ കണ്ടിരുന്നത്. അതായത് ബിയും സിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 15:9, 5:3. ഇത് തന്നെ ആയിരിക്കും എന്ത് പറയുക എയും സിയും തമ്മിലുള്ള ന്യൂ റേഷ്യോ ആയിട്ട് വരുന്നത് 5:3. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാം. എയുടെ എന്താണ്, എയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 5/8 ആണ്, സിയുടെ 3/8 ആണ്. അത് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയതാണ്. ഇനി ഓൾഡ് റേഷ്യോ നോക്കാം. എയുടെ ഓൾഡ് റേഷ്യോ എന്താണ് 25/49. സിയുടെ എങ്ങനെയാണ് 9/49. സോ ഡിനോമിനേറ്റർ ഈക്വൽ ആകുമ്പോൾ 392 കിട്ടും. അല്ല 45/392 എന്താ പറയുക 75/392. ഇതാണ് എന്താ പറയുക ഇവരുടെ ഗെയിൻ വരുന്നത്, എയ്ക്കും സിയുടെയും ഗെയിൻ വരുന്നത്. സോ ഇതെന്താണ് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 45:75, അതായത് 3:5 എന്ന് പറയുന്നതായിരിക്കും എന്താ പറയുക എയും സിയും തമ്മിലുള്ള ഗെയിനിങ് റേഷ്യോ. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ തമ്മിൽ എന്താ പറയുക നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ 10ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. സോ അത് ഞാൻ മീൻസ് അതിനെ പറ്റി ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി കേസ് 4, ABC പാർട്ട്നേഴ്സ് ആണ്. അവർ ഷെയർ ചെയ്യുന്നതാണ് 4/9, 1/3, 2/9 ഈ റേഷ്യോയിലായിരിക്കും. ബി എന്ത് ചെയ്തു, ബി റിട്ടയർ ചെയ്തു, അവരെന്താണ് 1/9 ഓഫ് ഈ ഷെയർ എന്ത് ചെയ്തു എ എന്ന് പറയുന്ന ആൾക്ക് ഫേവറബിൾ ആയിട്ട് ചെയ്തു. ബാക്കി എന്താണ് സി എന്ന് പറയുന്ന ആൾക്ക് ബാക്കിയുള്ളത്, അതായത് 8/9 സി എന്ന് പറയുന്ന പാർട്ണർക്കാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഗെയിനിങ് റേഷ്യോ സിമ്പിളാണ്. എക്സിസ്റ്റിംഗ് ഷെയർ 4/9 ആണ്, സിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറയുന്നത് 2/9 ആണ്. ഓക്കെ, ഇനി ബി റിട്ടയർ ആകുമ്പോൾ എന്താണ് ബി സറണ്ടർ ചെയ്യണത് എങ്ങനെയായിരിക്കും 1/9, അതായത് പുള്ളിയുടെ ഷെയർ എത്രയാണ് 1/3 ആണ്. 1/3യുടെ 1/9 ആർക്കാണ് എയ്ക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ സിക്ക് 1/3യുടെ 8/9 സിക്ക് ഉള്ളതാണ്. ഓക്കെ, സോ ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണ് 4/9 എന്താ പറയുക. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഗെയിനിങ് റേഷ്യോ കിട്ടി. ഓക്കെ, 1:8 എന്ന് പറയുന്ന ഗെയിനിങ് റേഷ്യോ, കാരണം ഇതാണ് എന്താ പറയുക ബി സറണ്ടർ ചെയ്യുന്നതും എയ്ക്കും സിക്കും ആവുന്ന ഗെയിനിങ് റേഷ്യോ 1:8 ആണ് എന്താ പറയുക ഗെയിനിങ് റേഷ്യോ. ഇത് ന്യൂ റേഷ്യോ കാണാൻ സിമ്പിളാണ്, 4/9 + 1/27. അപ്പോൾ അതാണ് 13/27, 14/27. ഓക്കെ, സോ അതാണ് എന്താ പറയുക ന്യൂ റേഷ്യോ വരുന്നത്. ഗെയിനിങ് റേഷ്യോ ഓൾറെഡി നമ്മളിവിടെ അറൈവ് ചെയ്തതാണ് 1:8. ഓക്കെ, സോ എന്താണ് ABC പാർട്ട്നേഴ്സ് ആണ്. അവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് 1/2, 3/10, 1/5 ആണ്. ഇല്ലെന്താണ് ബി റിട്ടയർ ചെയ്തു, പുള്ളിയുടെ ഷെയർ എന്ത് ചെയ്തു എയും സിയും കൂടി എന്താ പറയുക 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ എടുത്തു. ഓക്കെ, ഇനി എന്താണ് ഇത് എടുത്ത് ഈ എയും സിയും ബി റിട്ടയർ ചെയ്തപ്പോൾ തന്നെ എന്താണ് W എന്ന് പറയുന്ന പുതിയ ഒരാൾ എന്താ പറയുക ഇവര് പുതിയ ആളെ അഡ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, സോ എന്താണ് ഇതിൽ 1/4 പുള്ളിക്ക് എങ്ങനെയാണ് പ്രോഫിറ്റിന്റെ 1/4 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതിലെങ്ങനെയാണ് ഹാഫ് എ എന്ന് പറയുന്ന ആളും റിമൈനിങ് ഷെയർ എന്നാണ് W, അതായത് 1/4 ഹാഫ് എ കൊടുക്കും, ബാക്കി ഹാഫോ എയും സിയും കൂടി ഈക്വലി കൊടുക്കും. ഓക്കെ, അതായത് ലിറ്ററലി എയുടെ കുറച്ച് കൂടും 1/2 പിന്നെ 1/2 പിന്നെ 1/4. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് 3/4 എന്താ പറയുക എയുടെ തന്നെ പോകുന്നുണ്ട്, 1/4 ആയിരിക്കും സിയുടെ. അത് നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ഷെയർ നമുക്കറിയാം 1/2 1/5 ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനി എന്താണ് ഷെയർ അക്വയർ ബൈ റിമൈനിങ് പാർട്ണർ അക്വയർ ചെയ്തേക്കുന്ന ഷെയർ. അതായത് എങ്ങനെയാണ്
ബിയുടെ ഷെയർ എങ്ങനെയാണ് 2:1 എന്ന് പറഞ്ഞ റേഷ്യോ ആണ്. ബിയുടെ ഷെയർ 3/10 ആണ്. അപ്പോൾ 3/10 ഇൻറ്റു 2/3 ആർക്ക് കിട്ടും? എക്ക് കിട്ടും. 3/10 ഇൻറ്റു 1/2 1/3 ആർക്ക് കിട്ടും? സിക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എന്താ പറയുക, എയും സിയും തമ്മിലുള്ള ഗെയിനിങ് റേഷ്യോ. അതായത് ബി എന്ന് പറയുന്ന പാർട്ണർ പോകുമ്പോൾ എയും സിയും തമ്മിലുള്ള ഗെയിനിങ് റേഷ്യോ ഇതായിരിക്കും. അപ്പോൾ ഇവിടെ ന്യൂ ഷെയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3/10 7/10 ആയിരിക്കും. ഇനി ഇതിലെന്താണ്, ഇതിൽ 7/10 ഇനി എ ഡബ്ല്യു എന്ന് പറയുന്ന പുതിയ പാർട്ണർ ചെയ്തു. അപ്പൊ എ ഗിഫ്റ്റ് ചെയ്യുന്ന എത്രയായിരിക്കും? 1/2ന്റെ 1/4. ഇപ്പൊ എത്രയാണ്? 1/8 എന്ത് ചെയ്യും? എയുടെ ഗിഫ്റ്റ് ആയിട്ട് വരും. ഇനി ഇതില് ഡബ്ല്യു അക്വയർ ചെയ്യുന്നത്, അതായത് ഗിഫ്റ്റ് അല്ലാതെ ഡബ്ല്യു അക്വയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? അതായത് എ കൊടുക്കാൻ പോകുന്നത് 1/8 ആണ്. 1/8ന്റെ പകുതി എന്ത് ചെയ്യും? എ മീൻസ് ഡബ്ല്യു എയുടെ നിന്ന്, അതായത് 1/16 പിന്നെയും പുള്ളി എന്താ പറയുക, എയുടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ 1/8ന്റെ 1/2 എന്താണ്, സി എന്ന് പറയുന്ന പാർട്ണറുടെ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 1/6 എന്താണ്, ഈ 7/10 നിന്ന് മൈനസ് ചെയ്യണം. സോ എങ്ങനെ വരും? അപ്പോൾ 41/80 വരും. ഇവിടെ എന്താണ്, 19/80 ആണ് എന്ത് പറയുക, എയുടെയും സിയുടെയും ന്യൂ ഷെയറിംഗ് റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പോൾ ന്യൂ ഷെയറിംഗ് റേഷ്യോ ഇങ്ങനെയായിരിക്കും. അതായത് 41/80 19/80 ഈസ് ടു 20/80. 20/80 ആണ് ഡബ്ല്യുവിൻ്റെ പുതിയ പാർട്ണർ വന്നല്ലോ. അപ്പോൾ ഇതായിരിക്കും എന്താ പറയുക ഇവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് വരാൻ പോകുന്നത്. ഇനി എന്താണ്, നമ്മൾ റീവാലുവേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അത് നമുക്ക് ഓൾറെഡി എന്താണ് കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചതാണ്. ജസ്റ്റ് ആ എൻട്രീസ് മാത്രം നോക്കാം. സോ എന്താണ് റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് എന്താണ് ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ട് പാർട്ണേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതെന്തായിരിക്കും? ഓൾഡ് ഷെയറിംഗ് റേഷ്യോ, അതായത് റിട്ടയർ ചെയ്യാനതിന് മുമ്പുള്ള ഓൾഡ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്. ലോസ് ആണെങ്കിൽ എന്താണ്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ ടു റീവാലുവേഷൻ അക്കൗണ്ടാണ് വരേണ്ടത്. ഇനി പറയുന്നത് എന്താണ്, നമ്മുടെ റിസർവ്സിനെ പറ്റിയാണ്. നമുക്കറിയാം എന്താ പറയുക, ജനറൽ റിസർവും അതുപോലെ പല റിസർവ്സിൻ്റെ ബാലൻസും ഓൾറെഡി നമ്മുടെ ബാലൻസ് ഷീറ്റിലുണ്ടാവും. അപ്പോൾ ഈ റിസർവ് ആർക്കും കൂടി അവകാശപ്പെട്ടാണ്? ഈ റിട്ടയർ ആയി പോകുന്ന ആൾക്കും കൂടി അവകാശപ്പെട്ട റിസർവ്സ് ആയിരിക്കും. സോ ഈ എമൗണ്ട് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്താ പറയുക, ഓൾറെഡി ഉണ്ടായിരുന്ന ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യുക. അതും കൂടി ഈ റിസർവിൻ്റെ എമൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എമൗണ്ട് ക്യാപിറ്റലായിരിക്കും ഫൈനലിൽ എന്താ പറയുക, ഈ റിട്ടയറിംഗ് പാർട്ണർക്ക് പേ ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മളടുത്ത് പറയുന്നത് എന്താണ്, ബാലൻസ് ഷീറ്റിലുള്ള അൺഡിസ്ട്രിബ്യൂട്ടഡ് ബാലൻസ് ഷീറ്റിലുള്ള അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓർ റിസർവ് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ്, അതായത് എക്സിസ്റ്റിംഗ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, റിട്ടയർ ആകാൻ പോകുന്ന പാർട്ണർക്ക് മാത്രം, അത് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലത്തിൽ പറയുകയാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസർവ് എന്താ പറയുക, റിട്ടയർ ആകാൻ പോകുന്ന പാർട്ണർക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ ആ പാർട്ണറിൻ്റെ ഷെയർ മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു എൻട്രി മാത്രമായിട്ട് പോസ് ചെയ്താലും മതി. ഓക്കെ, സോ എൻട്രി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ജനറൽ റിസർവ് ഏത് റിസർവ് ആണോ ആ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ ABC ക്യാപിറ്റൽ, അതെന്താണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. ഇനി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു റിട്ടയർ ആവണ പാർട്ണർക്ക് മാത്രമാണെങ്കിൽ ആ എൻട്രി വരുന്ന റിസർവ് അക്കൗണ്ട് ടു ആ പാർട്ണർ ടു AS ക്യാപിറ്റൽ, അതെന്താണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിൽ പുള്ളിയുടെ ഷെയർ എന്താണോ അത് വെച്ചിട്ട് എമൗണ്ട് നമ്മൾ ക്രെഡിറ്റും ഡെബിറ്റും കൊടുക്കുന്നു. ഓക്കെ 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 ഇനി ഫൈനൽ പേയ്മെൻറ്റ്, അതായത് വേറെ ഒന്നുമില്ല, റിട്ടയർ ചെയ്യണ പാർട്ണർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈനൽ പേയ്മെൻറ്റ് കൊടുത്ത് പുള്ളിയുടെ ക്യാപിറ്റൽ സെറ്റ് ഓഫ് ചെയ്യണം, എന്നാലാണ് പുള്ളിയുടെ ലയബിലിറ്റി വരുള്ളൂ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് പുള്ളി പറയുകയാണ് എനിക്ക് എന്താണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ തരണമെന്നൊന്നുമില്ല, പക്ഷെ എന്താണ് ഒരു കുറച്ച് പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നാൽ മതി, ഒറ്റയടിക്ക് തരണം എന്നൊന്നും നിർബന്ധമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ് അത് പുള്ളിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, ലോൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ലോൺ എന്ന് പറയുമ്പോൾ പുള്ളി എന്താണ് ഒരു ക്രെഡിറ്ററായിട്ട് മാറുകയാണ്. ഇത് ഓൾഡ് പാർട്ണറിനുള്ള എത്രയാണ് കൊടുക്കാനുള്ള എമൗണ്ട് അത് ലോണിലേക്ക് പോകും. അതിനെന്താണ് ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമ്മളതായ പുള്ളിക്ക് ആ ഇൻട്രസ്റ്റും പിന്നെ എന്താണ് ലോണിൻ്റെ എമൗണ്ടും കൂടി പയ്യെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നമ്മൾ അടച്ചു തീർക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത്
പുള്ളിക്ക് കൊടുക്കാൻ ഒരു എമൗണ്ട് ഉണ്ടാവല്ലോ, ആ എമൗണ്ട് എത്രയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് പുള്ളിയുടെ ഓഫ് കോഴ്സ് പുള്ളിയുടെ ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ എന്തൊക്കെ വരും ഞാൻ പറഞ്ഞു, റിസർവ്സ് നേരത്തെ കണ്ട പോലെ. അതായത് പുള്ളിക്ക് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക പുള്ളിയുടെ ഓൾഡ് ഷെയറിംഗ് റേഷ്യോയിലുള്ള ആ ഒരു ഷെയർ നമ്മൾ എന്താ പറയുക ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ട് ആ എമൗണ്ട് ഈ ക്യാപിറ്റൽ, ആ റിസർവിൻ്റെ ആ എമൗണ്ട് ഈ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യും. പിന്നെ എന്താണ് ഗുഡ് വില്ല്, അതായത് നമ്മൾ ഗുഡ് വില്ല് റീകമ്പ്യൂട്ട് ചെയ്യുമല്ലോ, അതെന്താണ് നമ്മൾ ആ എമൗണ്ട് എന്താണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്താ പറയുക അത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചാൽ അതെന്താണ് മറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഗെയിനിങ് റേഷ്യോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മീൻസ് റിട്ടയർ ആവുന്ന പാർട്ട്നേഴ്സിന് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് പുള്ളിക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് റീവാലുവേഷൻ്റെ സമയത്തുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ്, അസറ്റും ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റീവാലുവേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതും നമ്മൾ എന്താ പറയുക ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഈ പാർട്ണർക്ക് അലോക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ 3 ക്യാപിറ്റൽ കൂടാതെ ഈ 3 എമൗണ്ടും കൂടി എന്താണ് നമ്മൾ പുള്ളിക്ക് ഫൈനൽ പേയ്മെൻ്റ് ആയിട്ട് റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, സോ പേയ്മെൻറ്റ് ചെയ്യണത് നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് എന്താണ് ബാങ്ക് വഴി ഫുൾ പേയ്മെൻറ്റ് നമുക്ക് അപ്പോൾ തന്നെ തീർക്കാം. ഇനി അതല്ലെങ്കിൽ എന്താണ് പുള്ളിക്ക് ലോണായിട്ട്, അതായത് ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാകും, ബാക്കി എമൗണ്ട് പുള്ളിയുടെ ലോണായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ റിട്ടയറിംഗ് പാർട്ണർ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ണർ ലോൺ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എൻട്രി പാസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ലോൺ അവിടെ കീപ്പ് ചെയ്യും. സോ ഇങ്ങനത്തെ ലോൺ എമൗണ്ട് എന്താണ് റീപേയ്മെൻറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, അതിനെന്താണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. യൂഷ്വലി 6% ആണ് ഡിഫോൾട്ട് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ ആ ഒരു എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്താ പറയുക കൊടുത്ത് തീർക്കും. ഈ എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് എന്താണ് ഫേമിൻ്റെ ലോണായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എന്താണ് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് ഈ എമൗണ്ട് എങ്ങനെയാണോ ഒരു അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സിലാണ് എന്താ പറയുക അതെ ഒന്നല്ലെങ്കിൽ റിട്ടയറിംഗ് പാർട്ണർക്ക്, അല്ലെങ്കിൽ എന്താണ് ഡെത്ത് ആണെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് ആരാണോ ആ പാർട്ണറുടെ ലീഗൽ ഹെയർ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ പേ ചെയ്യുമെന്ന്. ഓക്കെ, ഇനി ഇലസ്ട്രേഷൻ 1 നോക്കാം. ഓക്കെ, എയും ബിയും പാർട്ണേഴ്സാണ്, അവരെന്താണ് ബിസിനസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:5 അതുപോലെ തന്നെ 2:5 എന്ന് പറയുന്ന റേഷ്യോ നടത്തിക്കൊണ്ടുപോവാണ്. അവരുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഇതിലെന്താണ് ബി റിട്ടയർ. ഓക്കെ, അതായത് 2 പേരുള്ള പാർട്ണർഷിപ്പാണ്, അതിലിപ്പോൾ ഒരു പാർട്ണർ പോയി. അപ്പോൾ എന്താണ് എ എന്ന് പറയുന്ന പാർട്ണർ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ എന്താണ് പാർട്ണർഷിപ്പിൽ നിന്ന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് നോ വറീസ്. അപ്പോൾ എന്താണ് ഇതിൽ നമ്മുടെ അടുത്ത് റീവാലുവേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെന്താണ് ഇവിടെ ബി എന്ന് പറയുന്ന ആള് റിട്ടയർ ആയി. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ് ഇവിടെ ഒരാളുള്ളൂ, ആൾക്കാണ് ഫുൾ ഗെയിൻ വന്നേക്കുന്നത്. സോ എന്താണ് അപ്പോൾ ഒരു ഗെയിനിങ് റേഷ്യോയുടെ കാര്യമില്ല. സോ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആ ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്താണ് 3 പാർട്ണേഴ്സ് ആയിരിക്കും, അതിൽ നിന്ന് എന്താ പറയുക ഒരാൾ പോകുമ്പോൾ ബാക്കിയുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേം ആയിട്ട് തന്നെയാണ്. ഈ ഒരു കേസിൽ മാത്രം എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് മാറുന്നത് എന്ന് മാത്രം. സോ ഗുഡ് വില് 25,000 ആണെന്ന് ഇവർ വാല്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിപ്രിസിയേഷൻ 2.5 ആയിട്ട് പ്ലാന്റ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ 2.5 വന്നിട്ടുണ്ട്. ഇൻവെൻട്രിക്കും 15,000 ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ട്രേഡ് റിസീവബിളിന് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ട്രേഡ് പേയബിൾസിന് എന്താണ് ഒരു ഡിസ്കൗണ്ട് റിസർവ് കീപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് 2%. അതായത് അസറ്റ്സിന് ഇത്രയും എന്താ പറയുക കുറവുകൾ വരും. പിന്നെ എന്താണ് ലയബിലിറ്റിയുടെ കേസിൽ ട്രേഡ് പേയബിൾസിന് 2% കുറഞ്ഞിട്ട് വന്നു. സോ നമ്മുടെ അടുത്ത് എന്താ പറയുന്നത് ഇവരുടെ എന്താ പറയുക ജേർണൽ എൻട്രീസ് കൊടുത്തിട്ട് ഇവരുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്. ആദ്യത്തെ എന്താണ് ഗുഡ് വില്ല് നമുക്കറിയാം 25,000 ആണെന്നുള്ളത്. ഓക്കെ, 25,000 2/5 അതായത് 10,000. ഇത് ആർക്കാണ് ബിയുടെ ഗുഡ് വില്ലാണ്. ഓൾഡ് ഷെയറിംഗ് വെച്ച് നോക്കുമ്പോൾ ബിയുടെ ഗുഡ് വില്ലാണ് 10,000 എന്ന് പറയുന്നത്. അതെന്താണ് എയുടെ ക്യാപ്പിൽ നിന്ന് ബിയുടെ ക്യാപ്പിലേക്ക് ട്രാൻസ്ഫർ ആണ്. കാരണം എന്താണ് ബി ആണ് റിട്ടയറിംഗ് പാർട്ണർ. ഈ ഗുഡ് വില്ല് എന്നാണ് പുള്ളിക്ക് ഫൈനൽ പേയ്മെന്റിൽ കൊടുക്കാനുള്ളതാണ്. ഓക്കെ, സോ അതാണ് എയുടെ ക്യാപ്പിൽ നിന്ന് 10,000 നമ്മൾ പറയുക ഗുഡ് വില്ല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി എന്താണ് പറയുന്നത്, ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റ് നോക്കി നമുക്കറിയാം റിസർവ് ഉണ്ട് 15,000. അതെന്താണ് അതിൻ്റെ 2/5 ബിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് റിസർവ് അക്കൗണ്ട് 15,000 അതിൻ്റെ 2/5 ബിക്കും എക്ക് എന്താണ് 9,000 നമ്മൾ അപ്പോർഷനായിട്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇനി അടുത്ത് എന്താണ് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. അതിലേക്ക് എന്താണ് വരുന്നത്, അതിൽ നമുക്കറിയാം പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ തന്നെ ഇൻവെന്ററി, അതുപോലെ തന്നെ എന്താണ് ട്രേഡ് റിസീവബിൾ, ഇത്രയും കാര്യത്തിന്റെ റിവേഴ്സലും പിന്നെ തന്നെ ട്രേഡ് പേബിൾസ് എന്താ പറയുക അതിനൊരു ഡിസ്കൗണ്ടും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ അസെറ്റ്സ് ഒക്കെ എന്താ പറയുക, അസെറ്റ്സിന് ഡിഗ്രീസ് വരുമ്പോൾ എന്താണ് അസെറ്റ്സിനെ ക്രെഡിറ്റ് ചെയ്യുക, പകരം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. സോ ഇതൊക്കെയാണ് എന്താ പറയുക അസെറ്റിന്റെ ഡിപ്രിസിയബിൾ എമൗണ്ട് വരുന്നത്. അതിന് ഫുൾ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് പോകും. ഇനി റിസർവിന്റെ അതായത് ട്രേഡ് പേബിൾസ് വരുന്നത്, അപ്പോൾ എന്താണ് അതിൽ അർത്ഥം ലയബിലിറ്റീസ് കുറഞ്ഞു, അപ്പോൾ റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ട്രേഡ് പേബിൾസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് അതിന്റെ ക്രെഡിറ്റ് പോകും. ഇനി എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റിന് എന്താ പറയുക നെറ്റ് എഫക്റ്റ്, അതായത് 4650 മൈനസ് 150. അപ്പോൾ 4500 എന്താണ് എക്കും എയുടെ ക്യാപിറ്റലിലേക്കും ബിയുടെ ക്യാപിറ്റലിലേക്കും നമ്മൾ കൊടുക്കേണ്ടതാണ്. അതായത് റീവാലുവേഷനിൽ വന്ന ലോസ് ആയിരിക്കും അത്. സോ എന്താണ് എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് 4500 ഇവർക്ക് എന്താണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി പറയുന്നതാണ് അപ്പോൾ എന്താണ് നമുക്ക് ഇനി എന്താണ് നമുക്ക് ബിയുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ബിയുടെ ക്യാപിറ്റൽ 15,000 ആണ്. ഇതിൽ ക്രെഡിറ്റ് വരുന്നതൊക്കെ ബിയുടെയിലേക്ക് ആഡ് ചെയ്യുക, 10,000 വരും, അപ്പോൾ 25,000 ആയി ബിയുടെ ക്യാപിറ്റൽ. പിന്നെ എന്താണ് ഒരു 6,000 കൂടി വരും, അപ്പോൾ 31,000 ആയി. പിന്നെന്താണ് 1,800 കുറയണം, 31,000 നിന്ന് 1,800 പറഞ്ഞാൽ 29,200. അപ്പോൾ ഇതായിരിക്കും എന്താ പറയുക ബി. ഇതിൽ പുള്ളിക്ക് പേയ്മെന്റ് കൊടുക്കുന്ന കാര്യം പറയാത്തതുകൊണ്ട് എന്താണ് ബിയുടെ ക്യാപിറ്റൽ ബിയുടെ ലോൺ, അതായത് നമ്മൾ പറഞ്ഞ ലോണായിട്ട് കീപ്പ് ചെയ്യുന്നു. സോ അങ്ങനെ ലോൺ അക്കൗണ്ടിലേക്ക് ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ലോൺ. അപ്പോൾ എന്താണ് ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്തായിരിക്കും ബിയുടെ ക്യാപിറ്റൽ ഉണ്ടാവില്ല, പകരം ബിയുടെ ലോൺ എമൗണ്ട് ആണ് ഉണ്ടാകാൻ പോകുന്നത്. സോ എന്നിട്ട് എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു ലോൺ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ നോട്ട് കൊടുക്കുക, ദ അമൗണ്ട് പേബിൾ ടു ബി ഈസ് ട്രാൻസ്ഫർ ടു ഈസ് ലോൺ അക്കൗണ്ട്. കാരണം പേയ്മെന്റിനെ പറ്റി ഒന്നും പറയുന്നില്ല, അപ്പോൾ അത് ലോൺ അക്കൗണ്ടിലേക്ക് പോയതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി എന്താണ് നമുക്ക് ബാലൻസ് ഷീറ്റ് പേര്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നാണ് ഡിപ്രീസിയേറ്റ് എമൗണ്ട്, ഇൻവെന്ററി ഡിപ്രീസിയേറ്റ് എമൗണ്ട് എത്രയാണോ അത് വെച്ചിട്ട് ട്രേഡ് റിസീവബിളിൽ നിന്ന് പ്രൊവിഷൻ മൈനസ് ചെയ്തിട്ട് എത്രയാണോ, ബാങ്ക് ബാലൻസിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം ബാങ്കിൻ്റെ എൻട്രി ഒന്നും വന്നിട്ടില്ല, ക്യാഷിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ക്യാപിറ്റൽ എങ്ങനെയാണ് എയുടെ ക്യാപിറ്റൽ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ, അത് എത്രയാണ് ഓൾറെഡി 20,000 ആയിരുന്നു. ഇതിലെന്താണ് ഗുഡ് വില്ല് 9,000 ആഡ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ 2,700 കുറയ്ക്കാൻ വേണം. സോ അങ്ങനെ വരുമ്പോൾ 16,300 ആണ് എയുടെ ക്യാപിറ്റലായിട്ട് വരിക. പിന്നെ ബിയുടെ ലോൺ അക്കൗണ്ട് ഉണ്ട് 29,200 വരും. പിന്നെ എന്താണ് ട്രേഡ് പേബിളിൽ നിന്ന് റിസർവ് ഫോർ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ട് വരും. ഓക്കെ, സിമ്പിൾ ആണെന്ന് എനിക്ക് വിശ്വസിക്കുന്നു, കാരണം വലിയ എന്താ പറയുക മുമ്പത്തെ യൂണിറ്റൊക്കെ ചെയ്തേക്കുന്ന ഇല്ലസ്ട്രേഷൻ തന്നെ സെയിം എന്താ പറയുക കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും പറയുന്നുള്ളൂ. ഇനി ഇല്ലസ്ട്രേഷൻ 2 GFGK ഇവരെല്ലാം പാർട്ട്നേഴ്സാണ് LLPയുടെ. ഇവരെന്താണ് പ്രോഫിറ്റ് ഷെയറിങ് 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ്. കെ എന്ന് പറയുന്ന പാർട്ണർക്ക് റിട്ടയർ ആവണം. അവരുടെ എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ പറയുക എഫും ജി എന്താ പറയുക ഫ്യൂച്ചർ പ്രോഫിറ്റ്, അതായത് ന്യൂ റേഷ്യോ 3:2 എന്ന് പറഞ്ഞ ഇതിൽ അവർ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. പിന്നെ എന്താണ് ഗുഡ് വില്ലിൻ്റെ വാല്യൂ പറയുന്നത് 50,000 അവർ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിക്സഡ് അസറ്റ് 30,000 ആണെന്നറിയാം. ഇൻവെൻട്രിയുടെ വാല്യൂ വരുന്നത് 10,000 ആയിരിക്കും. പിന്നെ എന്താണ് ഒരു ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ 20,000 ബിൽസ് റിസീവബിൾ ഈ 5,000 ഡിസ്കൗണ്ട് ആയിട്ടുണ്ട്, പക്ഷെ എന്താണ് ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് നമ്മുടെ ബില്ല് ഡിസ്കൗണ്ട് ആയിട്ടുണ്ട്, കാരണം എന്താണ് പാർട്ണർ ഇൻസോൾവെന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ 20,000 ബാക്കിയുള്ള 15,000 ബില്ലും ഡിസ്കൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് മൊത്തം നമുക്ക് എന്താണ് 20,000 ഇവിടെ ലോസ് വരുന്നുണ്ട്. പിന്നെ എന്താണ് എഫും ജി എന്താണ് സഫിഷ്യൻറ്റ് ക്യാഷ് എന്താ പറയുക ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കെയ്ക്ക് വേണ്ടി, കെയുടെ ക്ലെയിം പേ ചെയ്യാനായിട്ട്. പക്ഷെ എന്താണ് അവരുടെ ക്യാപിറ്റൽ എഫും ജിയുടെയും ക്യാപിറ്റൽ എന്താണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ടുള്ള 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിലേക്ക് നമ്മൾ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പറയുന്നത് ഒരു 75,000 എന്നാണ് അവരുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്താണ് ബാങ്ക് ഇപ്പോൾ 50,000 ഉള്ളൂ, അപ്പോൾ 75,000 ബാങ്ക് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണം. കെയുടെ പേയ്മെൻറ്റ് ക്ലെയിം ഡിസ്ചാർജ് ചെയ്യാൻ വേണം. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് എഫും ജിയും ബാക്കിയുള്ള ക്യാപിറ്റൽ കൊണ്ടുവരും എന്നാണ് അർത്ഥം.
സോ നമുക്ക് എന്താണ് നോക്കാം. ആദ്യം എന്താണ് ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിനിങ് റേഷ്യോ കാണണം. കാരണം എന്താണ് ഇത് നേരത്തെ കണ്ട പോലെ ഒറ്റ പാർട്ണറല്ല, ഇവിടെ 2 പാർട്ണർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് നമ്മുടെ FGK ഇവിടെ ഓൾഡ് ഷെയറിംഗ് റേഷ്യോ എന്താണ് 2/5 2/5 1/5 ആണ്. എഫിൻ്റെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3/5 ജിയുടെ 2/5 ആണ്. അപ്പോൾ ജിക്ക് വേറെ എന്താ പറയുക ഗെയിനൊന്നുമില്ല. അപ്പോൾ എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാണ് ഫുൾ ഗെയിൻ വരുന്നത്. സോ എന്താണ് എഫ് തന്നെയാണ് എന്താ പറയുക കെയ്ക്ക് എന്താ പറയുക കെയുടെ ഗുഡ് വില്ല് പ്രൊവൈഡ് ചെയ്യേണ്ടതും. ഓക്കെ, കെയുടെ ഗുഡ് വില്ല് എന്ന് പറയുന്നത് നമുക്കറിയാം ഗുഡ് വിൽ 50,000 ആണ്. അപ്പോൾ അതിൻ്റെ 1/5. ഓക്കെ, സോ എത്രയാണ് 10,000 ആണ് എന്താ പറയുക കെയ്ക്ക് അവൈലബിൾ ആയ ഗുഡ് വില്ല്. അതെന്താണ് എഫിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് പോകും. സോ 10,000 വെച്ചിട്ട് എഫിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് കെയുടെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്താ പറയുന്നത് റിസർവ്, ഓൾറെഡി ഉള്ള റിസർവ്സ് എത്രയാണ് 10,000 ഉണ്ട്. അതെന്താണ് FGK ഇവ 3 പേർക്ക് എന്താണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി എന്താണ് നമ്മുടെ റീവാലുവേഷൻ വന്നിട്ടുണ്ട്. അതായത് ഫിക്സഡ് അസറ്റിന് 30,000 ഇൻവെന്ററിക്ക് 10,000 വെച്ച് അപ്രൈസിൽ വന്നിട്ടുണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ടുന്നു. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ട്രേഡ് റിസീവബിളിൽ എന്താ പറയുക ഡിസോണ്ടർ വന്നിട്ടുണ്ട് 5,000. അത് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് കാണിക്കുന്നു. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റിന്റെ എന്താ പറയുക നെറ്റ് ഫിഗർ, അതായത് എന്താണ് പ്രോഫിറ്റ് ആണ് വരുന്നത്. അത് നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിന് എന്താണ് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത് ഇനി ബാങ്കിന്റെ ഓക്കെ ഇനി ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിനെ പറ്റിയാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ഇവരുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് വരും ഒരു ഓൾറെഡി ബാലൻസ് നമുക്കറിയാം. പിന്നെ എന്താണ് ഇത് ഗുഡ് വില്ല് എഫിൻ്റെ നിന്ന് വന്ന ഗുഡ് വില്ല് കെഡയിലേക്ക് റെക്കോർഡ് ചെയ്തു. പിന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റ് എമൗണ്ട് വന്നത്. പിന്നെ എന്താണ് റിസർവ്സ് വന്നത്. ഓക്കെ, ഇതെന്താണ് ഇത് ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് FGKയുടെ ബാലൻസ് എമൗണ്ട് കിട്ടും. പക്ഷെ എന്താണ് ഇപ്പോൾ ഇനി ഇതിലെന്താണ് നമുക്ക് മനസ്സിലാവുക കെയ്ക്ക് എന്താണ് 79,000 ആണ് കൊടുക്കാനുള്ളത്. ഓക്കെ, പക്ഷെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് എന്താണ് ഇനി ഇത് കെ പോയി കഴിഞ്ഞിട്ട് എഫിൻ്റെയും ജിയുടെയും ഷെയർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം അവളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് മാച്ചിങ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ ആക്ച്വൽ അതായത് ഇത് എന്താ പറയുക ഇത് നമ്മളൊരു റിവേഴ്സ് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്തായിരിക്കണം ഇനി ഇവരുടെ എന്താ പറയുക ക്യാപിറ്റൽ എന്നാണ് ഇവിടെ കാണാൻ പോകുന്നത്. അതായത് എന്താണ് നമുക്കറിയാം നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റീസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്. അപ്പോൾ ലൈബിലിറ്റീസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഇവരുടെ ക്യാപിറ്റൽ എത്ര ആയിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫിക്സഡ് അസറ്റ് എത്ര വരും 1,80,000 വരും. ഇൻവെന്ററി അതൊക്കെ റിവേഴ്സ് വാല്യൂവിലായിരിക്കണം 60,000. ട്രേഡ് റിസീവബിൾ 65,000 ആയിരിക്കണം. പിന്നെ എന്താണ് ബാങ്കിൽ എന്താ പറയുക ഓൾറെഡി എന്താ പറയുക 75,000 ബാലൻസ് ഉണ്ടാവണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് സൺട്രി ക്രെഡിറ്റേഴ്സ് 50,000 ആണെന്നറിയാം. സോ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്താണ് 3,30,000 ആണ് എന്താ പറയുക പുതിയ ഫേമിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാലൻസ്. സോ ഈ എമൗണ്ട് എന്താണ് ഈ എമൗണ്ട് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എന്താണ് ഇവരുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കിടക്കുമല്ലോ. സോ കെ എന്ന് പറയുന്ന പാർട്ണർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എഫിൻ്റെയും ജിയുടെയും ക്യാപിറ്റൽ വരേണ്ടത് ഇത്രയാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കുമ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ 1,98,000 ആണ്. അപ്പോൾ അത് ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിക്കാൻ എന്നാണ് ഇവർ രണ്ടുപേരും എമൗണ്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച 1,98,000 32 ഇവരുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വയ്ക്കുക. ഓക്കെ, ഇവർ രണ്ടായിട്ട് ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ അത് മൈനസ് ഓപ്പണിംഗ് ബാലൻസ് ഇത്ര എമൗണ്ട് ആയിരിക്കും എന്താ പറയുക ഓരോ പാർട്ണറും കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ നിന്ന് എന്താണ് ഇത്ര എമൗണ്ട് ഇവർ കൊണ്ടുവരണം. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ട് ഇതിൽ നിന്ന് എന്താണ് ഇനി കെ എന്ന് പറഞ്ഞ പാർട്ണർക്ക് പേയ്മെന്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവും അതായത് ഓൾറെഡി 70,000 പിന്നെ എന്താണ് എഫും ജിയും കൊണ്ട് 34,000 ഉണ്ട്. ഇത് വെച്ചിട്ട് സുഖമായിട്ട് എന്താ പറയുക കെയുടെ ക്യാപിറ്റൽ നമുക്ക് പേ ചെയ്യാം. അപ്പോൾ ബാലൻസ് 75,000 നിൽക്കുകയും ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഇവിടെ കെയുടെ ബാലൻസ് ബ്രോ ഡൗണിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കെയുടെ ബാലൻസ് പേ ചെയ്തതായിട്ട് നമ്മൾ കാണിക്കുന്നു. സോ
സോ എന്താണ് ഇനി ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ രണ്ട് പാർട്ട്നേഴ്സിന്റെ ബാലൻസ് മാത്രമേ അവരുടെ ഓൾ ഷെയറിംഗ് റേഷ്യോയിൽ നിൽക്കുകയും ചെയ്യും. ഓക്കെ, സോ ആ എൻട്രീസ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യണം. അതായത് ബാങ്ക് എഫും ജിയും കൊണ്ടുവരുന്ന എമൗണ്ട് 70,000, 34,000. ഓക്കെ, ഇതങ്ങോട്ടാണ് ബാങ്കിലേക്കാണ് വരേണ്ടത്. അപ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ട് 1,04,000, പിന്നെ എന്താണ് എഫും ജിക്കും 70,000, 34,000 വെച്ചിട്ട്. ഇനി കെയ്ക്ക് പേയ്മെന്റ് കൊടുക്കണമല്ലോ, ആ എമൗണ്ട് നമ്മൾ എന്താ പറയുക എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കെയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് 79,000 കെയുടെ ക്യാപിറ്റലിലേക്ക് പോകും. ഓക്കെ, സോ എന്താണ് ഈ രണ്ട് എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ബാലൻസ് ഷീറ്റാണ്, കെയുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ എന്താണ് ഫിക്സഡ് അസറ്റ് ഒക്കെ നമ്മൾ എന്താണ് ഓൾറെഡി റീവാല്യൂഡ് എമൗണ്ടിൽ ബുക്ക് ചെയ്യുക. ബാങ്ക് ബാലൻസ് 75,000 മിനിമം വേണമെന്ന് പറഞ്ഞ് ആ എമൗണ്ട് കീപ്പ് ചെയ്യുക. ക്യാപിറ്റൽ എന്താണ് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മുടെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരിക. ട്രേഡ് പേയബിൾസ് 50,000 ആ എമൗണ്ടും കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക ഈ ഒരു വർക്കിങ്സ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടി സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഇനി എന്താണ് നമുക്ക് നമ്മുടെ അടുത്ത ഇലസ്ട്രേഷനിലേക്ക് കടക്കാം. ഇലസ്ട്രേഷൻ 3 ഇതിലെന്താ പറയുന്നത് ABC വെറും പാർട്ണർഷിപ്പ് ഷെയറിംഗ് പ്രോഫിറ്റ് 5:4:3. ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം തന്നിട്ടുണ്ട്. എന്താണ് എക്ക് എന്താ പറയുക കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുള്ളി എന്താണ് റിട്ടയർ ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു എഗ്രിമെന്റ് ഇവർ നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിട്ടയർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട്. അതിലെ കാര്യങ്ങൾ പറയാം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻ്റെ 31st മാർച്ച് എത്രയാണ് 48,000 ആണെന്ന് പറയുന്നുണ്ട്. ഇതൊന്ന് റീഓപ്പൺ ചെയ്യേണ്ടി വരും. കാരണം ഇത്രയാണ്, അതായത് ബി എന്ന് പറയുന്ന ഒരു പാർട്ണർ എന്താണ് പുള്ളിക്ക് ഒരു 4,000 റുപ്പീസ് ബോണസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെന്താണ് ഇത് നമ്മുടെ ബുക്സിൽ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ കൂടെ 4,000 എന്താ പറയുക റെഡ്യൂസ് ചെയ്യണം, കാരണം എക്സ്പെൻസ് ആയതുകൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇവരുടെ അതുപോലെ തന്നെ 1st April മുതൽ എന്താ പറയുക ഇവരുടെ പ്രോഫിറ്റ് 1st April 2020 മുതൽ, അത് കഴിഞ്ഞ കൊല്ലം മുതൽ ഇവരുടെ പ്രോഫിറ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. 3:4:4 എന്ന് പറഞ്ഞ റേഷ്യോയിൽ റിവൈസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എന്താണ് ഗുഡ് വില്ലിന്റെ വാല്യൂ പറയുന്നുണ്ട്. അതായത് 2 years പർച്ചേസ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി പ്രിസൈഡിങ് 5 years. അതായത് പ്രിസൈഡിങ് 5 yearsന്റെ ആവറേജ് പ്രോഫിറ്റ് വെച്ചിട്ട് 2 years പർച്ചേസ് കൺസിഡർ ചെയ്തിട്ട് വേണം ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യാൻ. പിന്നെന്താണ് ഓക്കെ, ബാക്കി എന്താ പറയുക ഫിക്സ്ചേഴ്സ്, അതായത് അസറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡന്റ് വാല്യൂർ വേണം വാല്യൂ ചെയ്യാൻ. അതിന്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡ് വില്ലിന്റെ വാല്യൂ 56,800 പറയുന്നുണ്ട്. ഫർണിച്ചേഴ്സ് ആൻഡ് ഫിക്ചേഴ്സിന് 10,980. അതുപോലെ തന്നെ എന്താണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 2% പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം ബുക്ക് വാല്യൂ തന്നെ എന്താ പറയുക കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിയും സി അഗ്രി ചെയ്തു, അതായത് ബിറ്റ്വീൻ ദംസെൽഫ് ടു കണ്ടിന്യൂ ബിസിനസ്. ഓക്കെ, ബിയും സി ആണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്താണ് അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2 ആയിരിക്കും. പിന്നെ പറഞ്ഞാൽ എന്താണ് ഫിക്ചറിൻ്റെ ഒക്കെ എമൗണ്ട് ബുക്ക് വാല്യൂ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതായത് എന്താണ് നമ്മുടെ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ മാറ്റാൻ പാടില്ല, പകരം എന്താണ് അത് ക്യാപിറ്റലിലേക്ക് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അത് നമ്മൾ ആ രണ്ട് അക്കൗണ്ട് വഴി നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാകുന്ന പഠിച്ചല്ലോ, മെമ്മറാൻ്റെ റിവാലുവേഷൻ അക്കൗണ്ട്, അത് വെച്ചിട്ട് വേണം നമ്മൾ എന്താ പറയുക ഈ ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ. പിന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 6% ആയിട്ട് ഇൻക്രീസ് ചെയ്യാനും പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം അതിൻ്റെ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ആദ്യം നമ്മുടെ എന്താ പറയുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, അതായത് വേറെ നല്ല എന്താ പറയുക നമ്മൾ ഓൾറെഡി ഇവരൊരു പ്രോഫിറ്റ് പറയുന്നുണ്ടല്ലോ 48,000 ഒക്കെ. ഓക്കെ, ഈ എമൗണ്ട് ഇപ്പോൾ നിലവിൽ ഈ 3 പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിവൈസ് ചെയ്യണം, ഈ പ്രോഫിറ്റ് റിവൈസ് ചെയ്യണം. എന്നിട്ട് ബോണസിന്റെ എക്സ്പെൻസും കൂടി നമ്മൾ ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള മീൻസ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യുക, എന്നാലാണല്ലോ കറക്റ്റ് ആവുള്ളൂ. സോ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തേക്കുന്ന പ്രോഫിറ്റിനെ നമ്മളിവിടെ റിവൈസ് ചെയ്യുകയാണ്. പ്രോഫിറ്റിനെ എവിടേക്കായും ക്രെഡിറ്റ് ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 20,000, 16,000, 12,000 ഓരോ പാർട്ട്നേഴ്സിനും. അത് ഏത് റേഷ്യോയിലാണ്? 5:4:3 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്.
ഇതെന്താണ് 48,000 ആയിട്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് 48,000 പറയുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ബോണസ്. ഓക്കെ, അതെങ്ങനെയാണ് ബോണസ് എന്ന് പറയുന്നത്? എന്താണ്, അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് അത് കാണിക്കുക. അത് ബിയുടെ ക്യാപിറ്റലിലേക്ക് വേണം പോകാൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് ഡെബിറ്റ് ചെയ്യുക 4,000 ടു ബീസ് ക്യാപിറ്റൽ 4,000. ഓക്കെ, ഇനി എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ്? അതായത് എന്താണ് ഇത് പുതിയ, അതായത് ഈ ബോണസും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൽ എന്താ പറയുക, ന്യൂ റേഷ്യോയിൽ പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3:4:4 ആണ്. ഓക്കെ, അതായത് ഈ 48,000 ഈ 4,000 കുറയും. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്താണ് 44,000 3:4:4. അതാണല്ലോ ഇവിടെ റിവൈസ് ചെയ്തേക്കുന്ന പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് 12,000 16,000 വെച്ചിട്ട് നമ്മൾ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നു. ഇനി എന്താ പറയുന്നത്, നമ്മുടെ ഫിക്സ്റ്റേഴ്സിന്റെ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന്റെ ഒക്കെ എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റ്. ഇതിന് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, പകരം എന്താണ് നെറ്റ് എഫക്റ്റിലാണ് കാണിക്കാൻ പോകുന്നത്. അതാണ് ഈ എൻട്രി എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഈ എൻട്രി വരേണ്ടത് ആക്ച്വലി എന്താണ്, ഫിക്സ്റ്റേഴ്സിന്റെ എമൗണ്ട് എത്രയാണ് 10,980 ആണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എത്രയാണ് 8,200, അതായത് അപ്രീസിയേഷൻ ആണ്. അപ്പൊ നോർമലി എന്താണ് എൻട്രി വരേണ്ടത്, ഫിക്സ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് എത്രയാണ് 2,780 ടു റീവാലുവേഷൻ അക്കൗണ്ട് 2,780. ഓക്കെ, ഇതാണ് ആക്ച്വലി വരേണ്ടത്. പിന്നെന്താണ് നമ്മളെ ഡൗട്ട്ഫുൾ ഡെപ്റ്റും. ഓക്കെ, ഇവിടെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കീപ്പ് ചെയ്യുന്നതിനും ഒരു എൻട്രി വേണം. ഓക്കെ, സോ അതെങ്ങനെയായിരിക്കും, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അത് 1,870 വെച്ചിട്ട് വരും. ഓക്കെ, ഇതാണ് എൻട്രി. പിന്നെന്താണ് ഇതിന്റെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നമ്മൾ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിൽ റീവാലുവേഷൻ ഉണ്ട്, ഇത് റീവാലുവേഷൻ. അപ്പൊ ഇതിന്റെ നെറ്റ് ഓഫ് എൻട്രി ആയിട്ട് പാസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ക്യാപിറ്റലിലേക്ക് പ്രൊവൈഡ് ചെയ്താൽ എന്താണ് സെയിം എഫക്റ്റ് തന്നെയല്ലേ, നമ്മൾ വെറുതെ റീവാലുവേഷൻ അക്കൗണ്ട് കൊണ്ടുവരണ്ടല്ലോ എന്നുള്ള ബേസിലാണ് ഇത് ചെയ്യുന്നത്. സോ എങ്ങനെ വരും, ഫിക്സ്റ്റേഴ്സ് അക്കൗണ്ട് 2,780, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 1,870. ഇതിന്റെ ബാലൻസ് ആണല്ലോ എന്താ പറയുക റീവാലുവേഷന്റെ പ്രോഫിറ്റ്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡയറക്ട്ലി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ ഇപ്പോൾ ഉള്ള റേഷ്യോ, അതായത് 3:4:4 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് റീവാലുവേഷന്റെ എൻട്രി വരിക. ഓക്കെ, ഇനി എന്താണ് വരുന്നത്, ഇനി നമ്മൾ എന്താണ് ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അതിന് മുമ്പ് എന്താണ് ഇത് വെച്ചിട്ട് എന്താണ് നമുക്ക് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇപ്പോൾ ഉള്ള ബാലൻസ് 1,35,930 ആണ്. ഇതിൽ നിന്ന് എന്താണ് ഈ 20,000 ലെസ് ചെയ്യണം ഡെബിറ്റ് ആയതുകൊണ്ട്. ഇത് ആഡ് ചെയ്യണം, 12,000 ആഡ് ചെയ്യണം ക്രെഡിറ്റ് ആയതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ എമൗണ്ടും ആഡ് ബാക്ക് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഇനി എയുടെ ക്യാപിറ്റലിലേക്ക് എത്രയാണ് കൊടുക്കാനുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗുഡ് വില്ലിൻ്റെ എൻട്രിയും കൂടി പാസ് ചെയ്യാണ്ടേ, അതായത് ഗുഡ് വില്ലിൻ്റെ എൻട്രി നമുക്കറിയാം ഗെയിനിങ് റേഷ്യോ. ഓക്കെ, ഗെയിനിങ് റേഷ്യോ പ്രകാരമാണ്. ഓക്കെ, അത് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ബിയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 4/12 ആണ്, സിയുടെയും 4/12 ആണ്. ഇവരുടെ ന്യൂ റേഷ്യോ 3/5 2/5 ആണ്. സോ ഇത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗെയിനിങ് റേഷ്യോ കിട്ടും 13:2 എന്ന് പറയുന്നത്. ആ ഗെയിനിങ് റേഷ്യോയിൽ ഇവരുടെ ഗുഡ് വില്ല് എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഗുഡ് വില്ല് നമ്മൾ എന്താണ് 2 months ആവറേജ് പ്രോഫിറ്റ് വെച്ചിട്ട് ആവറേജ് പ്രോഫിറ്റിന്റെ 2 years ഓഫ് പർച്ചേസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഗുഡ് വില്ല് കാണുക. അതിൽ എന്താ പറയുക ഈ പ്രോഫിറ്റ് ഷെയർ 4/12 ചെയ്യുമ്പോൾ 4/12 അല്ല 4/11 8 + 3 11. ഓക്കെ, 4/11 ചെയ്യുമ്പോൾ എന്താണ് നമുക്ക്
എയുടെ ഗുഡ് വില്ലിൻ്റെ ഷെയർ കിട്ടും. അതെന്താണ്, അത് ഇവരുടെ ഗെയിനിങ് റേഷ്യോയിൽ, അതായത് 13:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ എയുടെയും സിയുടെയും ക്യാപിറ്റലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗുഡ് വില്ലിൻ്റെ എമൗണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് എത്ര എമൗണ്ടാണ് എന്താ പറയുക എയുടെ എയ്ക്ക് കൊടുക്കാനുള്ളതെന്ന് മനസ്സിലാവും. അതെന്താണ്, അത് എയുടെ ലോണായിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ പറയുന്നത് എന്താണ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് റേസ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ കൊടുക്കുന്നത് 2% ആണ്, അതെന്താണ് 6% ആക്കുക. സോ ആ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ബിയുടെയും സിയുടെ ക്യാപിറ്റലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്താണ്, നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. പിന്നെ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റിൽ 4,000 എന്താണ് ബോണസ് വന്നേക്കണെയാണ് ബിയുടെ, അത് നമ്മൾ എൻ്റർ ചെയ്തു. പിന്നെ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് വരുന്ന എന്താ പറയുക, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്ന പ്രോഫിറ്റ് ഇവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എന്താണ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഓക്കെ, ഡൗട്ട്ഫുൾ ഡെപ്റ്റിന്റെ പ്രൊവിഷൻ നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല റീവാലുവേഷൻ അക്കൗണ്ട്, സോറി, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഫിക്സ്ചേഴ്സ് ലെസ് പ്രോഫിറ്റ്, അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ല, സോറി, റീവാലുവേഷൻ അക്കൗണ്ട് തന്നെയാണ് അത്. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് കീപ്പ് ചെയ്യാത്തതുകൊണ്ട് ഫിക്സ്ചേഴ്സ് ലെസ് പ്രൊവിഷൻ ആ ഒരു അക്കൗണ്ടിൽ നിന്നുള്ള ഡയറക്റ്റ് എൻട്രി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ എമൗണ്ട് നമ്മളിവിടെ ആ റേഷ്യോയിൽ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുക. പിന്നെന്താണ്, ഗുഡ് വില്ല് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്, അതായത് എയ്ക്ക് ഇത്രയും കിട്ടും, പകരം എന്താണ് ഇവിടെ ബിയുടെയും സിയുടെയും നിന്ന് 30,425 സിയുടെയിൽ നിന്ന് 2,066 വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നു. പിന്നെന്താണ്, ഇത് ഓൾറെഡി നമ്മളെന്താണ് ഓൾറെഡി ഉള്ള ആ ഒരു പ്രോഫിറ്റ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് നമ്മൾ എയുടെയും ബിയുടെയും സിയുടെയും അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തതാണ്, റിവൈസ് ചെയ്തതാണ്. പിന്നെന്താണ്, ബാക്കിയുള്ള എമൗണ്ട് എയുടെ ലോൺ അക്കൗണ്ടിലേക്ക് കൊടുത്തു. എന്നിട്ടാണ് നമ്മുടെ ബാലൻസ് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതെന്താണ്, അടുത്ത കൊല്ലത്തേക്ക് എന്താണ് ഈ ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ഒരു ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇലസ്ട്രേഷൻ 4ലേക്ക് കടക്കാം. ഇതെന്നാണ് പറയുന്നത് KLM എന്ന് പറയുന്നത് 3 പാർട്ട്നേഴ്സാണ്. അവരെന്താണ് 5:3:2 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. എല്ല് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുള്ളി ഫേമിൽ നിന്ന് ഇതായി റിട്ടയർ ആയി. പകരം എന്താണ് എന്ന് പറയുന്ന പുള്ളിയുടെ മകനെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്തു ന്യൂ പാർട്ണറായിട്ട്. അപ്പം ഇതുവരെയുള്ള ബാലൻസ് ഷീറ്റ് വന്നിട്ടുണ്ട്. എല്ലിൻ്റെ റിട്ടയർമെൻറ്റിൽ എന്താണ് മീൻസ് ബുക്സ് റീവാല്യൂ ആണ്. അപ്പോൾ എന്താണ് ഫർണിച്ചർ 10,000 കിട്ടി, ഇൻവെൻട്രി 30,000 കിട്ടി. പിന്നെ എന്താണ് 50% എല്ലെന്ന് പറയുന്ന പാർട്ണർക്ക് ഡ്യൂ ആയേക്കുന്ന എമൗണ്ട്, അതായത് ഫൈനലി കൊടുക്കാനുള്ള എമൗണ്ടിന്റെ 50% എന്താണ് എല്ലിന് ക്യാഷ് ആയിട്ട് കൊടുക്കണം. ബാലൻസ് എന്ത് ചെയ്യണം, ബാലൻസ് ആണ് നമ്മൾ എന്താ പറയുക എൻ എന്ന് പറയുന്ന എല്ലിന്റെ മകനാണല്ലോ. അപ്പൊ എന്നിന്റെ ക്യാപിറ്റലായിട്ട് ബാക്കി 50% കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെ പുതിയ പാർട്ണർ വരുന്നതുകൊണ്ട് തന്നെ ഗുഡ് വില്ല് 50,000 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് ബാക്കി എല്ലിന് കൊടുക്കാനുള്ള എമൗണ്ട് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ആണെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ അതായത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എന്താണ്, അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കണം ഇരിക്കേണ്ടത്. അതിന് ബേസ് എന്ന് പറയുന്നത് എന്നിന്റെ ക്യാപിറ്റൽ ആയിരിക്കണം അതിന്റെ ബേസ് എന്നാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത് ജേർണൽ എൻട്രീസ്, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം എന്താണ് നമുക്ക് റീവാലുവേഷൻ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ റീവാലുവേഷന്റെ എൻട്രീസ് പോസ്റ്റ് ചെയ്യുക. അതിന്റെ പ്രോഫിറ്റ് എന്താ പറയുക, പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യുക. പിന്നെ എന്താണ് റിസർവ്സ് 50,000 ഉണ്ട്, അത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് ഇനി നമ്മളെന്താണ് എല്ലിന്റെ ക്യാപിറ്റൽ, അതായത് എത്രയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അതുതന്നെ എല്ലിന്റെ ക്യാപിറ്റലും കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടി എന്താണ് ഓക്കെ ഇവിടെ ഗുഡ് വില്ല് ഷെയർ ചെയ്യണത് നമുക്കറിയാം ഗെയിനിങ് റേഷ്യോ ആണ്, അതിവിടെ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്യണം. ഇനി നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതിൻ്റെ കൂടെ സൈമൾട്ടേനിയസ്ലി പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. ഇതിൻ്റെ കൂടെ എന്താണ് നമ്മളെ റിസർവ്സ് എന്താ പറയുക എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് നമ്മളിവിടേക്ക് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്തു. പിന്നെ എന്താണ് ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലോസ് നമ്മൾ എന്താണ് ഇവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്തു.
ഇത്രയും ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് എല്ലിന് കൊടുക്കാനുള്ള ലയബിലിറ്റി എത്രയാണെന്ന് മനസ്സിലാവും. 60,000 പ്ലസ് 65,000 മൈനസ് 9,000. ഓക്കെ, സോ ഇതാണ് എന്ത് പറയുക, എല്ലെന്ന് പറയുന്ന പാർട്ണർക്ക് റിട്ടയർ ആകാൻ പോകുന്ന എല്ലെന്ന് പറയുന്ന പാർട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട്. ഓക്കെ, ഇത് വരുന്നത് 75,000 നിന്ന് 9,000 കുറയ്ക്കുമ്പോൾ 64. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്, 15,000 കൂടി, അതായത് ഇത് ഗുഡ് വില്ലിൻ്റെ എമൗണ്ടും കൂടി വരുമല്ലോ. ഗുഡ് വില്ലിൻ്റെ എമൗണ്ടും കൂടി വരും. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതായത് എന്താണ്, ഗുഡ് വില്ല് നമുക്കറിയാം 50,000 ആണെന്ന്. ഓക്കെ, ഇതെന്താണ്, ഇതിന് ഈ ഗുഡ് വില്ലിന് എത്ര ഷെയറിലാണ് പോകേണ്ടത്? 3/8 എന്ന് പറയുന്ന അല്ലേ, അതെ, എല്ലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 3/8 എന്ന് പറയുന്ന റേഷ്യോയിലാണ് പോകേണ്ടത്. അല്ല, 3/10 എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ 15,000 ആണ് എന്ത് പറയുക, എല്ലിൻ്റെ ഗുഡ് വിൽ എന്ന് പറയുന്നത് 50,000 ആണ്. ഓക്കെ, അല്ല 15,000 ആണ്, അതായത് 50,000 ഇൻറ്റു 3/10, അത് 15,000 ആണ് എന്ത് പറയുക, എല്ലിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, 15,000. ഈ 50,000 എന്താണ്, ആക്ച്വലി എല്ല് പോയിട്ട് ആരാ വരുന്നത്, എൻ ആണ് വരുന്നത്. അപ്പോൾ എന്നെ കൊണ്ടുവരേണ്ട എന്നെ അഡ്ജസ്റ്റ്മെന്റ് ആവുന്ന ഗുഡ് വില്ലും ഈ 15,000 ആയിരിക്കും. ഓക്കെ, സോ എന്താണ് ഇത്, നമ്മളെന്താണ് ഇത് എല്ലും എന്നും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, ഗുഡ് വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ എന്നിന്റെ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക, എല്ലിന്റെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക 15,000. അപ്പോൾ എല്ലിന്റെ ക്യാപിറ്റലിലേക്ക് ഈ 15,000 കൂടി ആഡ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും എമൗണ്ട്, അതായത് 60,000 പ്ലസ് 15,000 പ്ലസ് 15,000 90,000 നിന്ന് വേണം ഈ 9,000 കുറയ്ക്കാൻ. അപ്പോൾ 81,000 ആണ് ഇനി എല്ലിന് കൊടുക്കാനുള്ള എമൗണ്ട്. ഓക്കെ, ഈ 81,000 നിന്ന് എന്താണ്, നമ്മൾ ക്യാഷ് ആയിട്ട് 50% കൊടുക്കും, ബാക്കി എന്നിന്റെ ക്യാപിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ എൻട്രി ആണ് ഇവിടെ പറയുന്നത്, അതായത് എല്ലിന്റെ ക്യാപിറ്റൽ 81,000, അത് നമ്മൾ എന്താണ് എല്ലിന് കൊടുക്കാനുള്ളത്. സോ അത് ഡെബിറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് 40,500 നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തു, ബാക്കി എന്താണ് എന്നിന്റെ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി ഈ എന്നിന്റെ ക്യാപിറ്റൽ 14,500 ആണ്. പക്ഷേ ഈ 40,500 എന്താണ്, 40,500 നിന്ന് മൈനസ് 15,000 അതെന്താണ്, ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് കുറച്ച് ചെയ്യുമ്പോൾ എത്രയാണ്, 25,500 ആണ് എന്ത് പറയുക, എന്നിന്റെ ആക്ച്വൽ ക്യാപിറ്റലായിട്ട് വരുന്നത്. ഇതാണ് എന്ത് പറയുന്നത്, ഈ 25,000 ആണോ പറയുന്നത് ഇവരുടെ ഫ്യൂച്ചർ ക്യാപിറ്റലിന്റെ ബേസ് ആയിട്ട് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വർക്കിങ്സ് വരുന്നത്. എന്നിന്റെ ക്യാപിറ്റൽ 25,500. ഓക്കെ, ഇതെന്താണ് 3 ആണ് ഇതിന്റെ ബേസ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇനിയുള്ള കെയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, കെ എന്ന് പറയുന്ന പാർട്ണറിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 25,500 എന്നിന്റെ ക്യാപിറ്റൽ, അതിന്റെ ബേസ് എത്രയാണ്, 3 ആണ്. ഓക്കെ, നമുക്കറിയാം എന്നിന്റെ ക്യാപിറ്റലിന്റെ ബേസ് 3 ആണ്. ഓക്കെ, ഇൻറ്റു കെയുടെ ക്യാപിറ്റൽ എത്രയാണ്, 5 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് എന്നിന്റെ ക്യാപിറ്റൽ ബേസ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്താണ് 5യുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ കെയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കെയുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, കെയുടെ ക്യാപിറ്റൽ വരുന്നത് 25,500 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 5, 42,500 ആണ്. ഓക്കെ, ഇതായിരിക്കും എന്താ പറയുക, കെയുടെ ക്യാപിറ്റലായിട്ട് വരേണ്ടത് 42,500. ഓക്കെ, ഇനി എമ്മിൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും, എമ്മിൻ്റെ ക്യാപിറ്റൽ ഇതേപോലെ തന്നെ, അതായത് 25,500 ഇൻറ്റു എന്താണ് 2/3. ഓക്കെ, 25,500 divided by 2 25,500 divided by 3 into 2. So 17,000 ആണെന്ന് പറയാം എമ്മിൻ്റെ ക്യാപിറ്റലായിട്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ഇപ്പോൾ എത്രയാണ്, 50,000 34,000 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് എത്രയാണ് ഇവർ എന്താ പറയുക,
ഇവർക്ക് ഇനി എന്താണ് ഇവർക്ക് 50,000 ആക്ച്വലി വേണ്ട, 40,500 മതി. അപ്പോൾ എത്ര ഇവർക്ക് വിഡ്രോ ചെയ്യാം? 7,500 വിഡ്രോ ചെയ്യാം. എമ്മിൻ്റെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ എത്രയാണ്? 34,000. അതിൽ നിന്ന് എത്രയാണ്? 70,000 മതി. അപ്പോൾ വിഡ്രോ ചെയ്യാൻ 70,000 കിട്ടും. ഓക്കെ. സോ എന്താണ് ഇവർക്ക് എന്താണ് ഈ കെയ്ക്ക് എമ്മിനും ഈ എമൗണ്ട് പേ ഓഫ് ചെയ്യണം. അപ്പോൾ 7,500 17,000 വെച്ച് പേ ഓഫ് ചെയ്യുന്നു ക്യാഷ്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഇവരുടെ ക്യാപിറ്റലെല്ലാം പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ ആയിക്കോളും. സോ എന്താണ് ഇനി എന്താണ് നമ്മൾ എന്നിൻ്റെ കൺസിഡർ ചെയ്തു. ഇനി എന്താണ് ഇവരുടെ പേയിങ് ഓഫാണ് വന്നേക്കുന്നത്. 7,500 17,000 ബാങ്കിൽ നിന്ന് പേ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ബാലൻസ് വരുന്നത് ഈ ഒരു ഇതായിരിക്കും. ഇതെന്തായിരിക്കും? ഇവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ 5:3:2 എന്ന് പറയുന്ന റേഷ്യോ ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഇലസ്ട്രേഷനിലേക്ക് പോവാം. ഇതിലെന്താ പറയുന്നത്? ABC ഈ 3 പേരും പാർട്ണർഷിപ്പ് ഫേമാണ് നടത്തുന്നത്. ഇവരുടെ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എന്താണ് ഇവർ മ്യൂച്വലി അഗ്രി ചെയ്തിട്ട് B എന്ന് പറയുന്ന പാർട്ണർ റിട്ടയർ ആവുകയാണ്. അതിന് പകരം D എന്ന് പുതിയ പാർട്ണർ ആയിരിക്കും അഡ്മിറ്റ് ആകാൻ പോകുന്നത്. ഓക്കെ. സോ ഈ കേസിൽ ഫോളോയിങ് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. അതായത് ഗുഡ് വിൽ എന്താണ് 1 lakh ആണ് ഇവർ കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ എന്താണ് ഇത് അസെറ്റ് നമ്മുടെ ബുക്സിൽ വരാൻ പാടില്ലെന്ന്, അതായത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മാത്രം. പിന്നെ എന്താണ് നമ്മുടെ അസെറ്റ്സിന്റെ റീവാലുവേഷൻ എമൗണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ 2 lakh ആയിരിക്കണം, അതായത് പുതിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 lakh ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇതെന്താണ് ഇത് ACDയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് 2 lakh 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലായിരിക്കും ഇവരുടെ ക്യാപിറ്റൽ ക്ലോസിംഗ് ബാലൻസ് വരാനായിട്ട്. ഓക്കെ. ഇനി എന്താണ് നമ്മുടെ അടുത്ത് വന്നേക്കുന്ന റിവാലുവേഷൻ അക്കൗണ്ട്, അതായത് ജേർണൽ എൻട്രീസ് എന്ന് ചോദിച്ചാൽ റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ണർഷിപ്പ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇത്രയും പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് നോക്കാം. ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസിന്റെ റീവാല്യൂഡ് എമൗണ്ട് ഇവിടെ കാണിക്കുക, എത്രയാണ് ലോസ്റ്റ് പാർട്ണേഴ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാം. ഓരോ 4 പാർട്ണേഴ്സ് ഉണ്ട്. കാരണം എന്താണ് ഒരു റിട്ടയറിംഗ് പാർട്ണർ ഉണ്ട്, ഒരു പുതിയ പാർട്ണർ ഉണ്ട്. അതിന്റെ എന്താ പറയുക ഓരോ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എയുടെ ഇങ്ങനെ ഒരു റീവാലുവേഷന് എയുടെ എന്താ പറയുക ലോസ് എന്ന് പറയുന്നത് 30,400 ആണ്. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 80,000 ആണ്. ഇനി എന്താണ് റിസർവ് ഉണ്ട്, ബാലൻസ് ഷീറ്റിൽ റിസർവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എയ്ക്ക് 10,000 കിട്ടും. ഇനി സിയുടെയും ഡിയുടെയും ക്യാപിറ്റലിൽ നിന്ന് എന്താ പറയുക ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് വേറൊന്നല്ല, എന്താ പറയുക ഗുഡ് വില്ലിൻ്റെ അപ്രോപ്രിയേഷൻ ആണ്. ഓക്കെ. അത് എത്രയാണ്? ഗുഡ് വിൽ എത്രയാണ് പറയുന്നത്? 1 lakh ആണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ എന്താ പറയുക റിട്ടയർ ആകാൻ പോകുന്ന പാർട്ണർ B ആണ്. അപ്പോൾ Bക്ക് എത്രയാണ് ഇവരുടെ പുള്ളിയുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വരുന്നത്? 6/20 ആണ്. ഓക്കെ. അപ്പോൾ B റിട്ടയർ ആകുമ്പോൾ എത്രയാണ്? അപ്പോൾ പുള്ളിയുടെ ഈ ഗുഡ് വില്ലിൻ്റെ വാല്യൂ 1 lakh × 6/20 30,000 ആണ് എന്താ പറയുക റിട്ടയറിംഗ് പാർട്ണർക്ക് കിട്ടാനുള്ളത്. ഓക്കെ. ഇനി പുതിയ പാർട്ണറിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമല്ലോ, ആ പാർട്ണർക്കുള്ള പ്രോഫിറ്റ് എത്രയാണ്? 1/5 ആണ്. അപ്പോൾ 1 lakh / 1/5 എന്ന് പറയുമ്പോൾ 20,000 ആണ്. അപ്പോൾ Bക്ക് കിട്ടാനുള്ളത് കൊണ്ടുവരാനുള്ളത്, അതായത് B എന്ന് പറയുന്ന പാർട്ണർ കൊണ്ടുവരാനുള്ളത് 20,000. റിട്ടയർ ആവുന്ന പാർട്ണർ എത്രയാണ്? D എന്ന പാർട്ണർ കൊണ്ടുവരാനുള്ള 20,000, റിട്ടയർ ആവുന്ന B ആണ്. B കൊണ്ടുവരാനുള്ള 30,000 ആണ്. ഓക്കെ. ഇതെന്ത് ചെയ്യും? ഇത് ആരാണോ ഗെയിൻ ചെയ്യുന്നത്, ആർക്കാണോ സാക്രിഫൈസ് വരുന്നത്, ആ പാർട്ണേഴ്സ് തമ്മിൽ വേണം നമ്മളത് കണ്ടുപിടിക്കാൻ. സോ അതിവിടെ എന്താ പറയുക ഗെയിനിങ് റേഷ്യോ, നമ്മൾ ഗെയിനിങ് അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതിൽ ഇനി എന്താണ് അതായത് പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന പാർട്ണേഴ്സ് ഏതൊക്കെയാണ്? എയും സി ആയിരിക്കും. ഓക്കെ. അപ്പോൾ എയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. എക്ക് എന്താണ് 10/20 ആണ് പുള്ളിയുടെ ഓൾഡ് ഷെയർ വരുന്നത്. സിക്ക് എന്താണ്? സിക്ക് 4/20 ആണ്. ഇവിടെ ന്യൂ ഷെയർ എന്ന് പറയുന്നതാണ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് 2/5 തന്നെയാണ്. ഓക്കെ.
സോ എയുടെ കേസ് എടുത്ത് നോക്കാം. എക്ക് എത്രയാണ് 2/5. അപ്പോൾ 4/10 അല്ല, ഇത് 20 ആക്കുമ്പോൾ ഇങ്ങനെ വരും 20/, ഓക്കെ 10 - 8. ഓക്കെ, പുള്ളിക്ക് എന്താണ് സാക്രിഫൈസ് ആണ് വരുന്നത്. അപ്പോൾ 2/20 ആണ് പുള്ളിയുടെ സാക്രിഫൈസ് വരുന്നത്. ഓക്കെ, 4 × മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ എന്താ ഫ്രാക്ഷൻസ് ആക്കാം. ഇനി സിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. 2/5 ആണ്. 4/20 ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ 2/5 ആയി. അപ്പോൾ എന്താണ് നോർമലി നമുക്കറിയാം ഗെയിനിങ് റേഷ്യോ ആയിരിക്കും. ഓക്കെ, സോ എത്ര വരും 8 - 4/20. അപ്പോൾ എത്രയാണ് 4/20 എന്താ പറയുക, സിക്ക് ഗെയിനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിക്ക് ഗെയിനും എക്ക് സാക്രിഫൈസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഇനി നമ്മളെന്താണ് ഒരു ജേർണൽ എൻട്രി അങ്ങോട്ട് പാസ് ചെയ്യാൻ പോവാണ്. വേറെ എന്താ പറയുക, ഗുഡ് വില്ലിൻ്റെ അങ്ങനെ വേറെ സെപ്പറേറ്റ് അല്ല, ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആണ്. ഓക്കെ, അതായത് ഡി കൊണ്ടുവരാനുള്ള 20,000 അത് പുള്ളിയുടെ ലയബിലിറ്റി ആയിട്ട് ഡിയുടെ ക്യാപിറ്റൽ കുറയും. ഇനി ബിക്ക് കൊടുക്കാനുള്ളത് 30,000 അത് ബിയുടെ ക്യാപിറ്റൽ കൂടുകയും വേണം. ഓക്കെ, ഇനി എന്താണ് എക്ക് എന്താണ് വരുന്നത്, എക്ക് എന്താണ് എക്ക് സാക്രിഫൈസ് ആണ് വരുന്നത്. അപ്പോൾ ബാക്കി എമൗണ്ട് അതായത് 10,000 എയുടെ സാക്രിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഓക്കെ, എയുടെ സാക്രിഫൈസ് അതായത് എ കൊണ്ടുവരേണ്ട സാക്രിഫൈസ് എന്ന് പറയുന്നത് എന്താണ്, ഈ 20,000 അല്ല ഈ 10,000 എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, 1 lakh × 2/20 ഇതാണ് ഈ 10,000. കാരണം എ സാക്രിഫൈസ് ചെയ്യുന്ന മീൻസ് ഗുഡ് വിൽ എന്ന് പറയുന്നത് 10,000 ആണ്. അത് പുള്ളിക്ക് കിട്ടണം, പുള്ളിയുടെ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ 10,000 എന്താ പറയുക എയുടെ ക്യാപിറ്റലിലേക്ക് എടുത്തേക്കാം. ഈ സിയുടെ എങ്ങനെയാണ് വരുന്നത്, 1 lakh × 4/20 അത് 20,000 ആയിരിക്കും. ഓക്കെ, സോ ആ എമൗണ്ട് എന്താണ് സിയുടെ ക്യാപിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ സിയുടെ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു എൻട്രി ആണ് എന്ത് പറയുക എയുടെ ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ എയുടെ ക്യാപിറ്റലിലേക്ക് എത്രയാണ്, സിയും ഡിയുടെ ക്യാപിറ്റലിൽ നിന്ന് 10,000 വെച്ച് വന്നിട്ടുണ്ട്. കാരണം എന്താണ്, അതായത് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത് എന്താണ്, നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ ഇതും ഓപ്പോസിറ്റ് ഉള്ളത്, അതായത് ഓപ്പോസിറ്റ് ഉള്ള അത് കറസ്പോണ്ടിങ് ഡെബിറ്റും ക്രെഡിറ്റാണ് എന്ത് പറയുക അതിൻ്റെ പർട്ടിക്കുലർ സ്കോളേഴ്സിൽ എഴുതേണ്ടത്. അതുകൊണ്ടാണ് സി ഡിസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം എന്താ പറയുക ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. കാരണം എന്താണ് 2 lakh ആണ്. 2 lakhന്റെ 2/5 അതായിരിക്കും എന്ത് പറയുക എയുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് 80,000 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് 80,000 ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്താണ് ബാങ്കിലേക്ക് പുള്ളി എന്താ പറയുക പുള്ളിക്ക് എടുക്കാവുന്ന എമൗണ്ട് ആണ്. ഓക്കെ, അല്ല സോറി, പുള്ളി കൊണ്ടുവരേണ്ട എമൗണ്ട് ആണ് 10,400 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 10,400 പുള്ളി കൊണ്ടുവന്നാലേ പുള്ളിയുടെ ക്യാപിറ്റൽ 80,000 ആവുള്ളൂ. ഇനി എന്താണ് ബിയുടെയിലും എന്താ പറയുക ഓൾമോസ്റ്റ് ബി റിട്ടയർ ചെയ്യാൻ പോകണമല്ലോ. അപ്പോൾ പുള്ളിക്ക് എന്താണ് പുള്ളിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് ആക്കി ഫൈനൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, റിസർവ്സ് ഉണ്ട്, പിന്നെ എന്താണ് സിയുടെയും ഡിയുടെയും ക്യാപിറ്റലിൽ നിന്ന് വന്നേക്കുന്നത്, അതായത് ആ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ആണ് പറയുന്നത്. പിന്നെ എന്താണ് റീവാലുവേഷനിൽ നിന്ന് വന്നേക്കുന്ന എമൗണ്ട്. പിന്നെ എന്താണ് പിന്നെ പറയുന്ന ഒരു കേസ് പറയുന്നുണ്ട്, അതായത് ബിക്ക് അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് റിട്ടയറിംഗ് പാർട്ണർ ടേക്ക് ഓവർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്രയാണ് 12,000 ആണ്. ഓക്കെ, കാരണം പക്ഷെ പാർട്ണർ ടേക്ക് ഔട്ട് ചെയ്യുന്നത് 15,000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് അതായത് ബി ആണ് റിട്ടയറിംഗ് പാർട്ണർ. അപ്പോൾ ബിയുടെ അക്കൗണ്ടിലേക്ക് എന്താണ് ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം 15,000 ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്ലോസ് ആവും. പിന്നെ എന്താണ് ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് വരികയും ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാലൻസ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് എന്താണ്, അതാണ് ബിക്ക് കൊടുക്കാനുള്ള എമൗണ്ട്. അത് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്ത് പറയുന്നത് സി എന്ന് പറയുന്ന പാർട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്.
സിയുടെ പറഞ്ഞ കൊണ്ട് എയുടെ ക്യാപിറ്റൽ പോലെ സിമിലർ ആയിരിക്കും. ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യണം, റിസർവ് വരും, പിന്നെ എന്താണ്, പിന്നെ റീവാലുവേഷൻ നിന്ന് വന്ന ലോസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുക. പിന്നെ എന്താണ്, എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് വന്ന ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് അത് പുള്ളി കൊടുക്കേണ്ട എമൗണ്ട് ഇതിലേക്ക് ഡെബിറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, നമുക്കറിയാം 2:2, അതായത് എയുടെ സെയിം പ്രോഫിറ്റ് സെയിം റേഷ്യോ തന്നെയാണ് സിയും എന്താ പറയുക ക്യാപിറ്റൽ ക്ലോസിംഗ് ബാലൻസ് നിർത്തേണ്ടത്. സോ സിയുടെയും ക്ലോസിംഗ് ബാലൻസിൻ്റെ ക്യാപിറ്റൽ 80,000 തന്നെയായിരിക്കും. സോ അത് നമ്മൾ ബാലൻസ് എമൗണ്ട് എന്നാണ് 78,160 സി എന്ന് പറയുന്ന ആൾ കൊണ്ടുവരേണ്ടതായിട്ടും വരും. ഇനി ഡിയുടെ ക്യാപിറ്റൽ, ഡി പുതിയതായിട്ട് വരുന്ന ക്യാപിറ്റൽ പാർട്ണറാണല്ലോ, അപ്പോൾ പുള്ളി കൊണ്ടുവരേണ്ട എമൗണ്ട് 16,000 ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ് 20,000 ഗുഡ് വില്ലും വരുന്നുണ്ട്, പിന്നെ എന്താണ് പുള്ളിയുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ 40,000 ആയിരിക്കും. അപ്പോൾ പുള്ളി കൊണ്ടുവരേണ്ടത് 60,000 കൊണ്ടുവരേണ്ടതായിട്ട് നമ്മൾ കാണിക്കുന്നു. ബാങ്ക് അക്കൗണ്ടിൽ എന്താണ്, ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓൾറെഡി ആഡ് ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ എന്താണ്, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ എന്താണ്, ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ്, ഈ ബാലൻസ് ബ്രോ ഡൗൺ 44,000 നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഓക്കെ, പിന്നെ എന്താണ്, ഓരോ പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന എമൗണ്ട് എന്താ പറയുക ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ബാലൻസ് എന്താണ് പോസിറ്റീവായി, ഈ പാർട്ട്നേഴ്സ് കൊണ്ടുവരുമ്പോൾ എന്താണ് ഓവർ ഡ്രാഫ്റ്റ് പേ ഓഫ് ആയിട്ട് ബാങ്കിൽ ബാലൻസ് 1,04,560 വന്നു. ഇത് വെച്ചിട്ട് എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാവുന്നേ. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു ഇലസ്ട്രേഷൻ, ഇത് കുറച്ച് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇലസ്ട്രേഷൻ ആണ്. നിങ്ങളിത് എന്തായാലും ഡെഫിനറ്റ്ലി ഇതൊരു ഇമ്പോർട്ടൻറ്റും ആണ്. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഇതെന്താണ് നിങ്ങൾ വീട്ടിലൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ ഓക്കെ, ഇനി എന്താണ് നമ്മുടെ അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഈ ഇതിലുള്ള സെക്ഷൻസ് പറഞ്ഞാൽ അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ നിങ്ങൾ, അത് കുറേ എന്താ പറയുക ഇനി മുമ്പത്തെ യൂണിറ്റ്സ് ഒക്കെ മിക്സ് ആയി വന്നേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഈ ഒരു യൂണിറ്റൊക്കെ എന്താണ് ക്വസ്റ്റ്യനാണ് മെയിൻലി എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. തിയറി എന്ന് പറയുന്നത് എന്താണ് കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, അല്ലാതെ മുമ്പത്തെ ഇതൊക്കെ തന്നെയായിട്ട് സെയിം ആണ്, പക്ഷെ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചാപ്റ്റേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി പറയുന്നതാണ് പേയിങ് എ പാർട്ട്നേഴ്സ് ലോൺ ഇൻ ഇൻസ്റ്റാൾമെന്റ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ചിലപ്പോൾ ലോൺ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ പേ ഓഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന്. അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു കേസിൽ എന്താണ് റിട്ടയറിംഗ് പാർട്ണറിന്റെ ലോൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിലേക്ക് എന്താണ് നമ്മൾ ആദ്യം ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ഈ റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കാനുള്ളത് 30,000 റുപ്പീസാണ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് ലോണായിട്ട് വരാൻ പോകുന്നത് 30,000 ആണ്. ഇതെങ്ങനെയാണ് 6% ഇൻട്രസ്റ്റ് വെച്ചിട്ട് 4 കൊല്ലം കൊണ്ട് 4 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്, അതായത് 4 കൊല്ലം കൊണ്ടാണ് എന്താ പറയുക ഈ എമൗണ്ട് അടച്ചു തരാൻ പോണേ. അപ്പോൾ ഈ 4 കൊല്ലത്തേക്ക് 30,000 പ്ലസ് 6% ഇൻട്രസ്റ്റ് വെച്ച് വരും ഓരോ കൊല്ലവും. അപ്പോൾ ഈ 30,000 ഈക്വലി 4 വെച്ച് ചെയ്യുമ്പോൾ 7,500 ഒരു പ്രിൻസിപ്പൽ ഇൻസ്റ്റാൾമെന്റ് വരും. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും പേ ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്താണ് ക്യാപിറ്റൽ കൊടുക്കുക. ക്യാപിറ്റലിൽ നിന്ന് വന്നേക്കുന്ന എമൗണ്ട് ഇതിൻ്റെ എന്താ പറയുക ബാലൻസ് ഇതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ലോൺ ആണല്ലോ, അപ്പോൾ ക്രെഡിറ്റ് വരും. എന്നിട്ട് എന്താണ് ക്യാഷ് എത്രയായിരിക്കും 7,500 പ്ലസ് 1,800 എന്തായിരിക്കും ഈ 30,000 6% ഇൻട്രസ്റ്റ് ഫുൾ ഇയറിലേക്ക്. അപ്പോൾ ടോട്ടൽ 9,300 ഇവരുടെ ക്യാഷിൽ നിന്ന് പോയിട്ടുണ്ടാവും. ബാലൻസ് അപ്പോൾ ഇതിനെന്താണ് ഇതിൽ 1,800 ഇൻട്രസ്റ്റ് ആണ്, അത് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ ലോണിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആയ എമൗണ്ട് എന്താ പറയുക ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ എൻട്രി പ്രകാരം ഇതിൽ ക്രെഡിറ്റ് ആയിട്ട് വരും. എന്നിട്ട് എന്താണ് ഈ 1,800 പ്ലസ് ഈ 7,500 കൂടി കൂട്ടിയിട്ടുള്ള 9,300 എന്താണ് ക്യാഷ് ആയിട്ട് പോയായിട്ട് കാണിക്കും. ബാലൻസ് 22,500 വരും. ഇതെന്താണ് അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ആവും. അടുത്ത കൊല്ലം എങ്ങനെയായിരിക്കും ഈ 22,500 ആയിരിക്കും എൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. ഇതിൻ്റെ 6% 22,500 6% ആയിരിക്കും ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. 1,350 ആണ് ഈ എമൗണ്ട്. പ്ലസ് എന്താണ് നമ്മുടെ പ്രിൻസിപ്പൽ പേയ്മെന്റ് ആയിട്ടുള്ള 7,500. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള 8,850 ആയിരിക്കും നമ്മുടെ ബാങ്കിൽ നിന്നോ ക്യാഷ് അക്കൗണ്ടിൽ നിന്നോ പോകുന്നത്. ഇതിൻ്റെ ഒരു ബാലൻസ് പ്ലോട്ടർ ഉണ്ടാവും. അതിങ്ങനെ എന്താണ് എല്ലാ കൊല്ലവും ഇതേപോലെ തന്നെ എന്താ പറയുക എൻട്രി ചെയ്ത് ഫൈനൽ ഇയറിൽ എന്താ പറയുക അവസാനം ബാലൻസ് വരാൻ 7,500 ആയിരിക്കും. അതിൻ്റെ ഇൻട്രസ്റ്റ് 450, അത് ഫുള്ള് ക്യാഷിൽ നിന്ന് പേ ഔട്ട് ആയിട്ട് അങ്ങനെ ആ ലോൺ അക്കൗണ്ട് 4th ഇയറിൻ്റെ എൻഡിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇലസ്ട്രേഷൻ 6 ഒന്ന് നോക്കാം. ഇനിയുള്ള ഇലസ്ട്രേഷൻസ് 3 കമ്പാരിറ്റീവ്ലി സ്മോൾ ആണ്, എക്സെപ്റ്റ് അവസാനത്തെ 2 ഇലസ്ട്രേഷൻ വെച്ച് ബാക്കിയെല്ലാം കമ്പാരിറ്റീവ്ലി സ്മോൾ ഇലസ്ട്രേഷൻസ് ആണ്. ഓക്കെ,
അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ പാർട്ണർഷിപ്പ് അതിൽ ABC എന്ന് പറഞ്ഞ പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൻ്റെ റേഷ്യോ 3:2:5 ആണ്. ഓക്കെ, ഇവർ മ്യൂച്വലി എഗ്രി ചെയ്തിട്ട് എന്താണ് ബി റിട്ടയർ ആവും, പകരം ഡി എന്ന് പറയുന്ന പാർട്ണറിന് അഡ്മിറ്റ് ആവും. ഓക്കെ, ഗുഡ് വിൽ വാല്യൂ ചെയ്തേക്കുന്നത് 2 lakh ആണ്. പക്ഷെ എന്താണ് ഇത് അസറ്റായിട്ട് നമ്മുടെ ബുക്കിൽ വരില്ല, പകരം എന്താണ് ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ബിൽഡിംഗ് പാരാമെഷനറി വാല്യൂ ചെയ്തിട്ടുണ്ട്. അത് ഡിപ്രീഷിയേറ്റ് ആണ് ചെയ്യേണ്ടത് 90,000 85,000 ആയിട്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്താ പറയുക റിട്ടയറിംഗ് പാർട്ണർ ടേക്ക് ഓവർ ചെയ്യും 25,000 വേണ്ടി. പിന്നെ എന്താണ് റിസീവേഴ്സ് 90,000 ആണ് ഇനി നമുക്ക് കിട്ടുകയുള്ളൂ. സോ അതും ഡിപ്രീഷിയബിൾ ആയിട്ടുണ്ട്. ബാലൻസ് എന്താണ് 10% ബാഡ് ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ എന്താണ് ടോട്ടൽ ക്യാപിറ്റൽ 3 lakh ആയിരിക്കും. അതെങ്ങനെയായിരിക്കും 3:4:3 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. ഇതിലെന്താണ് റീവാലുവേഷൻ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ് ഇത് നമ്മൾ നേരത്തെ കണ്ട സെയിം, അതായത് ഈ ഒരു ഇലസ്ട്രേഷൻ 5ന്റെ സെയിം ഡിക്റ്റോ പോലെ തന്നെ ഒരു ഇലസ്ട്രേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇതിലങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. സെയിം ഓൾമോസ്റ്റ് ഏകദേശം 90% സെയിം ആണ്. ഓക്കെ, സോ ഇത് ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി പറയുന്ന ഒരു കൺസെപ്റ്റാണ് എന്താ പറയുക ഈ ഒരു യൂണിറ്റിൽ ഇത്തിരി എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു കൺസെപ്റ്റ് എന്നല്ല, ഇത്തിരി എന്താ പറയുക ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അപ്പം ഞാൻ ഇത് തുടക്കത്തിൽ പറഞ്ഞു, അതായത് എന്താണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എന്താണ് വളരെ എന്താ പറയുക ഒരു ഫേമിനെ സംബന്ധിച്ച് വളരെ അവരുടെ എക്സിസ്റ്റൻസിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ പാർട്ട്നേഴ്സിൽ ആരെങ്കിലുമൊക്കെ മരിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക ഓഫ് കോഴ്സ് ഫേമിന് വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കും. ഓക്കെ, സോ അതിന് ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലോസ് കവർ ചെയ്യാൻ വേണ്ടി നോർമലി എന്താണ് ഫേം ഈ പാർട്ട്നേഴ്സിന് എന്താ പറയുക ഇവരുടെ ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും, ഇൻഷുർ ചെയ്യും. അതായത് ഇവരുടെ 3 പേരുടെയും ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇൻഷുറൻസ് പോളിസി റിസീവ് ചെയ്യാം, ഇൻഷുറൻസ് എമൗണ്ട് കിട്ടാനായിട്ട് ജോയിന്റ് ലൈഫ് പോളിസി എന്ന രീതിയിൽ ഇവർ ഫോം ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ പ്രീമിയം നമ്മൾ കൊടുക്കണം. ലൈഫ് ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ അതിന് പ്രീമിയം കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രീമിയം എങ്ങനെയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും, അത് ഡ്യൂ ആയി കഴിഞ്ഞ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് 3 ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ് പ്രീമിയം എന്താണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതാണ് എന്താ പറയുക മോസ്റ്റ് കോമൺലി വരുന്ന കേസ്. നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ എങ്ങനെയാണ് ജോയിന്റ് പോളിസി ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ടു ബാങ്ക്, അതായത് പ്രീമിയം അടയ്ക്കുമ്പോൾ എന്താണ് ജോയിന്റ് ലൈഫ് പോളിസി ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്ന എക്സ്പെൻസ് അത് ബാങ്ക് വഴി പേ ചെയ്തു. എന്നിട്ട് എന്താണ് ഈ ജോയിന്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്താ ചെയ്യുക നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കാരണം എക്സ്പെൻസ് ആയതുകൊണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യും. ഇനി എന്താണ് ഈ പോളിസി മെച്ചർ ആവുന്ന ഒരു സമയം ഉണ്ടല്ലോ, മെച്ചർ ആവുമ്പോൾ എന്തായിരിക്കും ബാങ്ക് അക്കൗണ്ട് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, കാരണം ഇത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് പോകേണ്ട എമൗണ്ട് ആണ്. അതെന്താണ് ഡിസീസ്ഡ് പാർട്ട്ണർക്ക് എന്താണ് ആ എമൗണ്ട് ബാങ്കിൽ നിന്ന് വന്നതായിട്ട് കാണിക്കുകയും ചെയ്യും. ഇനി എന്താണ് ഈ പ്രീമിയം അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇത് ഈ ഒരു പേയ്മെന്റ് എമൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ലൈഫ് പോളിസി അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് അതൊരു അസറ്റ് അക്കൗണ്ട് ആയിരിക്കും, അതിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കും. ഇനി ഓരോ വർഷത്തിന് ശേഷം അതിൻ്റെ സറണ്ടർ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ എന്ത് ചെയ്യും, അതത് സറണ്ടർ വാല്യൂ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ആ കൊല്ലം നമ്മൾ ഈ പോളിസി സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളത് അതെന്ത് ചെയ്യും, അതിൽ വരുന്ന ലോസ്. ഓക്കെ, ആ സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ നോർമലി ലോസ് ആയിരിക്കും വരുന്നത്, കാരണം നമ്മൾ 3,000 പ്രീമിയം ഇട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക ആ ഫുൾ എമൗണ്ട് 3,000 എമൗണ്ട് നമുക്ക് കിട്ടില്ല, ബാങ്ക് ചാർജസ് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ, കാരണം എന്താണ് ആ പോളിസി ഫുൾഫിൽ ആവാത്തതുകൊണ്ട്. സോ ആ ലോസ് എന്ത് ചെയ്യും, നമ്മൾ ആ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി. ഇനി എമൗണ്ട് നമുക്ക്, അതായത് ഒരു പാർട്ണർ മരിച്ചു, അപ്പോൾ ഈ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ഈ എമൗണ്ട് കിട്ടുന്ന എമൗണ്ട് സറണ്ടർ വാല്യൂനൊക്കെ കൂടുതലാണെങ്കിൽ അത് റെസീറ്റ് ഈ എമൗണ്ട് എന്ത് ചെയ്യും ആ പാർട്ണറിന്റെ ക്യാപിറ്റലിലേക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഈ സെയിം കേസ് തന്നെയാണ്, പക്ഷേ ഇതെന്താണ് നമ്മളൊരു ജോയിന്റ് പോളിസി റിസർവ് അക്കൗണ്ട് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് പ്രീമിയം പേ ചെയ്യാൻ എമൗണ്ട് എന്ത് ചെയ്യുക പോളിസി അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും, അതിന് ക്രെഡിറ്റ് വരുന്നത് ബാങ്ക് അക്കൗണ്ട് തന്നെയാണ്. ഓരോ വർഷത്തിന് ശേഷം ഈ പ്രീമിയം എമൗണ്ട് എന്ത് ചെയ്യും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് എന്താണ് പോളിസി എമൗണ്ട് സറണ്ടർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പോളിസി റിസർവിനെ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ് എമൗണ്ട് സറണ്ടർ വാല്യൂവിന് എക്സസ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് ഈ പോളിസി റിസർവ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സറണ്ടർ വാല്യൂവിൽ എക്സസ് ആയ എമൗണ്ട് വെച്ചിട്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് മെയിൻ വരുന്നത്. ഈ മൂന്നാമത്തെ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഈ ആദ്യത്തെ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നുള്ളൂ. 7th പ്രോബ്ലം നോക്കാം. സോ റെഡ് വൈറ്റ് ബ്ലാക്ക് ഈ 3 പേരും കൂടി ഒരു പാർട്ണർഷിപ്പ് ഫേം നടത്തുകയാണ്. അതിൻ്റെ ഷെയറിംഗ് റേഷ്യോ 5:3:2 ആണ്. ഇവരൊരു ജോയിൻറ്റ് ലൈഫ് പോളിസി എടുത്തു. 50,000-ന് പ്രീമിയം 3,000 ആനുവലി പേ ചെയ്യണം. ഇതിൻ്റെ ഓരോ കൊല്ലത്തെയും സറണ്ടർ വാല്യൂ ആണ് പറയുന്നത്. 2018 സറണ്ടർ ചെയ്തൊന്നും കിട്ടില്ല. 19-ലാണെങ്കിൽ 900 കിട്ടും. 20-ലാണെങ്കിൽ 2,000 കിട്ടും. 2021-ലാണെങ്കിൽ 3,600 കിട്ടും. ബ്ലാക്ക് എന്ത് ചെയ്തു, 15th ഏപ്രിലിന് ഇതങ്ങോട്ട് പുള്ളി റിട്ടയറായി. പുള്ളിയുടെ അടുത്ത് എന്താണ് നമ്മുടെ അടുത്ത് പറയുന്നത്, സാധാ മെത്തേഡിൽ പ്രീമിയം ജോയിൻറ്റ് ലൈഫ് എന്താ പറയുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന് ആവശ്യമായ ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രീമിയം അക്കൗണ്ട് വരും. അതിലെന്താണ് ബാങ്കിൻ്റെ പേയ്മെൻറ്റ് പോയത് എന്താണ് ഡെബിറ്റിൽ വരും. കാരണം ജോയിൻറ്റ് ലൈഫ് പോളിസി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നാണ്. അത് ഡെബിറ്റ് സൈഡിൽ 4 കൊല്ലവും വരും. ക്രെഡിറ്റിൽ എന്ത് വരും, അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിട്ടും വരും. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ഇതൊക്കെ എക്സ്പെൻസ് ആയിട്ട് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ജോയിൻറ്റ് ലൈഫ് പോളിസി അക്കൗണ്ടിൽ എന്താണ് വരുന്നത്, അത് വേറൊന്നല്ല, അതായത് നമുക്ക് ഫൈനലി സറണ്ടർ ആകുമ്പോൾ കിട്ടുന്നത് 15th ഏപ്രിലിനാണ് സറണ്ടർ ആയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് 3,600 ആയിരിക്കും. ഈ എമൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് എന്താണ് ഓൾറെഡി ഉള്ള ഓൾഡ് പാർട്ട്നേഴ്സിന് എന്താണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഇലസ്ട്രേഷൻ 8 എന്താ പറയുന്നത്, ഈ സെയിം കേസ് തന്നെ. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം ഇലസ്ട്രേഷൻ തന്നെ. പക്ഷെ എന്താണ് ഇതിൽ ജോയിൻറ്റ് ലൈഫ് പോളിസി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സറണ്ടർ വാല്യൂ ബേസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ പ്രീമിയം അക്കൗണ്ട് വരില്ല, പകരം എന്താണ് ജോയിൻറ്റ് ലൈഫ് പോളിസി അക്കൗണ്ട് വരും. ഇല്ലെന്താണ് ബാങ്കിലേക്ക് പേ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ബാങ്കിലേക്ക് ചെയ്യും. ആ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. രണ്ടാമത്തെ കൊല്ലം എന്താണ്, കാരണം ആദ്യത്തെ കൊല്ലം എന്താണ് എല്ലാം നില്ലായിരുന്നു, കാരണം സറണ്ടർ വാല്യൂ ഒന്നും ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്. 2018 സറണ്ടർ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഫുൾ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോയി. ഇനി ബാങ്ക് അക്കൗണ്ട് അടുത്ത കൊല്ലം അതിൽ 3,000 വെച്ചിട്ട് എന്താണ് ബാങ്കിൽ നിന്ന് പേ ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എത്രയാണ്, നമുക്ക് 2,100. കാരണം എന്താണ് 900 നമുക്ക് സറണ്ടർ വാല്യൂ ഉണ്ട്. അപ്പോൾ ബാക്കി എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കിട്ടിയത്, കാരണം 900 എന്താണ് ആ പോളിസിക്ക് വാല്യൂ ഉണ്ട്. ഇനി ബാക്കി അപ്പോൾ എന്താണ് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 900 വന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് പിന്നെ അടുത്ത കൊല്ലം 3,000 പോയി. അതിൽ നിന്ന് എത്രയാണ്, അപ്പോൾ 3,900. അതിലെന്താണ് 2,000 ആ സമയത്ത് നമുക്ക് എന്താണ് 2020 ഒക്കെയാണ് 2,000 സറണ്ടർ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ 2,000 നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വെച്ചിട്ട് ബാക്കി എമൗണ്ട് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റിയാൽ മതി. ഇനി അടുത്ത കൊല്ലം എന്താണ് 2,000 ആണ് ഓപ്പണിംഗ് ബാലൻസ് വരിക, ബാങ്കിൽ 3,000. ആ കൊല്ലം എന്താണ് 3,600 നമുക്ക് എന്താണ് ബാലൻസ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ ബാക്കി 1,400 പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റേണ്ടതുള്ളൂ. ഇനി 2022 എന്താണ് നമ്മൾ സറണ്ടർ ചെയ്യും. അപ്പോൾ എന്താണ് ബാലൻസ് എമൗണ്ട് 3,600, അതിൻ്റെ ബാങ്ക് എമൗണ്ട് 3,600 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ എക്സ്പെൻസ് ഓഫ് ആയിട്ട് വരുന്നത് ഇത്ര എമൗണ്ടുകളായിരിക്കും എന്ന് മാത്രം. ഇനി 9th ഇലസ്ട്രേഷൻ, അതിൽ പറയുന്നത് ABC എന്ന് പറഞ്ഞ പാർട്ണേഴ്സ് ആണ്. അത് 5:3:2 റേഷ്യോയിലാണ് പോകുന്നത്. ഇതെന്താണ് എയും ബിക്കും റിട്ടയർ ആവണം. എ വാണ്ട്സ് ടു റിട്ടയർ, ബിയും സി എന്താണ് 2:1 റേഷ്യോയിൽ പാർട്ണർഷിപ്പ് ഫേം കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. ഇവരെന്താണ് ഒരു ജോയിൻറ്റ് ലൈഫ് പോളിസി 1 lakhന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സറണ്ടർ വാല്യൂ പറയുന്നത് 25,000 ആണ്. ഇനി എന്താണ് പറയുന്നത്, എയുടെ റിട്ടയർമെന്റ് ബേസ് ആയിട്ട് ഗുഡ് വില്ല് 1 lakh ആണെന്ന് നമ്മൾ അസർട്ടൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് സൺട്രി ഫിക്സഡ് അസറ്റിന്റെ റീവാല്യൂഡ് എമൗണ്ട് 1,10,000. ഓൾറെഡി 80,000 ആണ്. അപ്പോൾ എന്താണ് 30,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ അസറ്റിന്റെ ഇൻക്രീസ് എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, സോ എന്താണ് ഇത് ക്യാഷ് ആയിട്ടാണ് എന്താ പറയുക എയുടെ ക്ലെയിം 50% എയുടെ ക്ലെയിം ക്യാഷ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ബാങ്ക് ബാലൻസ് 25,000 കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവരുടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ആക്കാനും പറയുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് റീവാലുവേഷൻ പ്രോഫിറ്റ്, അതായത് എന്താണ്
റീവാലുവേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് റീവാല്യൂ ചെയ്ത എമൗണ്ടിൻ്റെ റീവാലുവേഷൻ, അതായത് നെറ്റ് ഫിഗറാണ് കാണിക്കുന്നത്. അതായത് ഈ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല, സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ നെറ്റ് എമൗണ്ടാണ് കാണിക്കുന്നത്. അത് വേറെ ഒന്നല്ല, അത് ഇവിടെ നമുക്ക് ഓക്കെ മെമ്മറാൻ്റെ റീവാലുവേഷൻ പ്രോഫിറ്റ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് വന്നേക്കുന്ന ചേഞ്ചസ് അതായതൊക്കെയാണ് ഗുഡ് വില്ല് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഫിക്സഡ് അസറ്റ് വന്നിട്ടുണ്ട്, ജോയിന്റ് ലൈഫ് പോളിസി 5000. അതായത് ഫിക്സഡ് അസറ്റ് 30,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്, ജോയിന്റ് ലൈഫ് പോളിസി 5,000 വരും. അപ്പോൾ ഇത് എത്രയാണ് 1,35,000 ആണ് എന്താ പറയുക മെമ്മറാൻ്റെ റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്ന കാര്യം. കാരണം ആ ചേഞ്ചസ് മാത്രമായിരിക്കും പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ എയുടെ ഷെയർ എത്രയാണ് 5/10, അതായത് ഓൾഡ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ 67,500 ആണ് എന്താ പറയുക ഈ മെമ്മറാൻ്റെ റീവാലുവേഷൻ പ്രോഫിറ്റ് വരേണ്ടത്. ഇതെന്താണ് ബിയും സിയും കൂടി. ഓക്കെ, ബിയും സിയും ഗെയിനിങ് റേഷ്യോ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ എന്ന് ഓൾഡ് ഷെയർ മൈനസ് ചെയ്താൽ മതി. സോ നമുക്ക് എന്താണ് 11:4 എന്ന് പറഞ്ഞ റേഷ്യോ നമുക്ക് കിട്ടും. ഇതെന്താണ് ഈ 67,500 ബിക്കും സിക്കും ബിയുടെയും സിയുടെയും ക്യാപിറ്റലിൽ നിന്ന് അവരുടെ ഗെയിനിങ് റേഷ്യോയിൽ നമ്മൾ എന്താ പറയുക എയുടെ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി എന്താണ് അപ്പോൾ നമുക്ക് എന്താണ് എക്ക് ഇനി എന്താണ് ഓൾറെഡി പുള്ളിയുടെ ക്യാപിറ്റൽ കിടക്കുന്നത് 50,000, ഇതിൻ്റെ കൂടെ 67,500 കൂടി. അപ്പോൾ എത്രയാണ് 1,17,500 ആണ് എക്ക് കിട്ടാനുള്ള എമൗണ്ട്. അപ്പോൾ അതെന്താണ് അത് ലോൺ, അതിൻ്റെ 50% ലോണായിട്ടും ബാക്കി ബാങ്കിൽ നിന്ന് പോയതായിട്ടും പറയും. ഓക്കെ, അപ്പോൾ 1,17,500 50% ബാങ്കിൽ നിന്ന് പോയതായിട്ടും 50% ലോണായിട്ടും നമ്മളിവിടെ കാണിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് നമ്മൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എന്താണ് ആ ഒരു റേഷ്യോ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാക്കണമല്ലോ. സോ എന്താണ് നമ്മൾ ആ റിവേഴ്സ് നെറ്റ് അസറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റ് റേഷ്യോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം ബാങ്ക് ബാലൻസ്. അപ്പോൾ ടോട്ടൽ അസറ്റ് ഇതാണ്. ഇതിൽ നിന്ന് ലയബിലിറ്റീസ് ആയിട്ടുള്ള ബാങ്കിൻ്റെ ലോൺ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, എയുടെ ലോൺ ഇതെല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ വേണ്ടത് 76:50 ആണ്. ഇതെന്താണ് ഇവരുടെ റേഷ്യോ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇവർ ഇനി ബി എത്രയാണ് ബി 60,333 അതുപോലെ തന്നെ സി 13,417 കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് എന്താണ് പുള്ളി അവർ കൊണ്ടുവന്നതായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതായിട്ടും ഇവിടെ കാണിക്കുന്നു. ഇനി ഇവിടെ പറയുന്ന ഒരു ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് ഇലസ്ട്രേഷൻസ് ഒന്നുമില്ല. ഇത് പറയുന്നത് സെപ്പറേറ്റ് ലൈഫ് പോളിസിയാണ്. അതായത് എന്താണ് ഈ ജോയിന്റ് ലൈഫ് പോളിസി എടുക്കുന്നതിന് പകരം എന്താണ് ഓൾ പാർട്ട്നേഴ്സ് എന്ത് ചെയ്തു ഇവർ ഇൻഡിവിജ്വലി ഓരോ ലൈഫ് പോളിസീസ് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പ്രീമിയം എന്ത് ചെയ്തു ഫേമിൽ നിന്ന് പോകാം. ഈ ഒരു കേസിൽ എന്താണ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ലൈഫ് പോളിസി എല്ലാ പാർട്ട്നേഴ്സിനും എന്താ പറയുക എമൗണ്ട് ഓഫ് ലൈഫ് പോളിസി അതായത് ഈ ലൈഫ് പോളിസിയുടെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കണമെന്ന്. ഇനി എന്താണ് ഇലസ്ട്രേഷൻ 10 ആണ് പറയുന്നത്. ഓക്കെ, ഇതിലെന്താ പറയുന്നത് ആരവ് നിരവ് പുരവ് ഈ 3 പേരും പാർട്ട്നേഴ്സാണ്. ഇവരെന്താണ് 3:2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് പാർട്ട്ണർഷിപ്പ് നടത്തുന്നത്. ഓക്കെ, ഇതിലെന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പിന്നെന്താണ് പൂരവ് എന്ന് പറയുന്ന ആൾ റിട്ടയർ ആകാൻ പോകുന്നത്. അവരുടെ ഗുഡ് വിൽ എന്താണ് 2 years പർച്ചേസ് ആവറേജ് പ്രോഫിറ്റിൽ നമ്മൾ കാണണം. പിന്നെന്താണ് ഗുഡ് വിൽ എന്താണ് ബുക്സിൽ റേസ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% പറയുന്നുണ്ട്. മെഷീനറിയുടെ അതുപോലെ തന്നെ സ്റ്റോക്ക് റീവാല്യൂ ആയിട്ടുണ്ട്. എന്താണ് ബിൽഡിങ്ങിന് 20% അപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. പിന്നെന്താണ് 60 അഡീഷണൽ ക്യാപിറ്റൽ 35,000 25,000 കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ബാലൻസ് എന്താണ് പൂരവിൻ്റെ ബാലൻസ് നമ്മളിപ്പോൾ തന്നെ പേ ഓഫ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ നമ്മളത്തെ റിവാലുവേഷൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് അറിയാമല്ലോ, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ലോസ് ആണ് വന്നേക്കുന്നത്, അതെന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുക. സോ എന്താണ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ റിസർവ് ഉണ്ട്, അതെന്താണ് അവരുടെ ഓൾഡ് ഷെയറിംഗ് റേഷ്യോയിൽ എന്താ പറയുക ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെന്താണ് ഇതിൽ നീരവിൻ്റെ എന്താണ് ഗുഡ് വില്ല് വരുന്നുണ്ടല്ലേ. സോ ഗുഡ് വില്ല് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യുക. അതെന്താണ് പൂരവിനുള്ള ഗുഡ് വില്ല് ആരവും നീരവും കൂടി എന്താ പറയുക അവരുടെ ഗെയിനിങ് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് പൂരവിന് കൊടുക്കുക. പിന്നെന്താണ് ഇവർ ബാങ്ക് ഓക്കെ ആരവും നീരവും എത്രയാണ് 35,000 25,000 ബാങ്ക് വഴി കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. അത് നമ്മൾ എന്താ പറയുക അവരുടെ ആരവിൻ്റെ നീരവിൻ്റെ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കുക. ലോസ് ഓൺ റിവാലുവേഷൻസ് ഓൾഡ് പാർട്ട്നേഴ്സിന് റെക്കോർഡ് ചെയ്യുക. പിന്നെന്താണ് പൂരവിന് 60,500 ആണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ബാലൻസ് ആയിട്ട് വരുന്നത് 60,500 ആണ്. അത് പേ ഓഫ് ചെയ്യുക.
ബാക്കിയുള്ള ബാലൻസ് എന്താണ് ഈ എക്സിസ്റ്റിംഗ്, അതായത് ആരവിന് നീരവിനുള്ള ബാലൻസ് ആണ്, അത് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഓക്കെ, ബാങ്കിൽ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഇതുണ്ട്. ഇതെന്താണ് ആരവിൻ്റെ ക്യാപിറ്റലും നീരവ് ക്യാപിറ്റൽ കൊണ്ടുവന്നതാണ് ഈ എമൗണ്ട്സ്. ഇതെന്താണ് പൂരാന് ക്യാപിറ്റൽ കൊടുത്തത്. അപ്പോൾ ബാക്കി 12,000 ബാങ്കിൻ്റെ ബാലൻസ് ആയിട്ടുണ്ട്. ഇനി എന്താണ് ഇത് ജസ്റ്റ് ഇതെന്താണ് നമ്മുടെ അസറ്റ്സ് ഒക്കെ റിവാല്യൂ ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഗുഡ് വില്ല് കാണുമ്പോൾ എന്താണ് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആവറേജ് മെത്തേഡിലാണ് കാണേണ്ടതെന്ന്. സോ അതിനുള്ള പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ച് ഡിവൈഡ് ബൈ 3 × 2. ഓക്കെ, സോ എന്താണ് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, 1 lakh ആയിരിക്കും. അതിൻ്റെ പൂരവിലെ ഷെയർ ബൈ 6 ഓൾഡ് ഷെയർ വെച്ചിട്ട് 17,000 ആയിരിക്കും. ഇത് അവരുടെ ഗെയിനിങ് റേഷ്യോയിൽ ഷെയർ ചെയ്യുമ്പോൾ ഇതായിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ എന്താ പറയുക ഈ 17,000 എന്ന് പറയുന്നത്. സോറി, ഇവിടെ കൊടുത്തിട്ടില്ല. ഈ 17,000 എന്ന് പറയുന്നതാണ് ഗുഡ് വില്ലിൻ്റെ ഷെയർ. അത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി എന്താണ് ഇലസ്ട്രേഷൻ 11. സത്യം, ശിവം, സുന്ദരം 3 പേരും പാർട്ട്നേഴ്സാണ്. ഗ്രേറ്റ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു ഫേമിൻ്റെ. ഇവരെന്താണ് ലോസ് 1:1:2 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്. ഇവരുടെ 31st മാർച്ചിലെ ബാലൻസ് ഷീറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത് പറയുന്നത് എന്താണ് ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് 1,20,000, പക്ഷെ എന്താണ് ഇത് ബുക്സിൽ വരില്ല. പിന്നെ എന്താണ് ബിൽഡിങ്സ് 20% അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന് 10% ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് സത്യം, അതായത് പുള്ളിയാണ് റിട്ടയർ ചെയ്യണ ശിവമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് സത്യം എന്ന് പറഞ്ഞ പാർട്ണർ ഏറ്റെടുക്കുകയാണ്. അതായത് പുള്ളിക്ക് ഒരു ലോൺ ഉണ്ട്, 94,000 ലോൺ ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 85,000, അപ്പോൾ 94,000 ലോൺ എടുക്കണം. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടാണ് എന്താണ് അത് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോകണം. പ്രൊവിഷൻ 5,000 വരും ട്രേഡ് റിസീവബിളിന്. പിന്നെ എന്താണ് ടോട്ടൽ ക്യാപിറ്റൽ 3 lakh ആണ്. അത് എന്ത് ചെയ്യണം സത്യം ഇത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അത് വരുന്നത് 2:3. പിന്നെ എന്താണ് റിട്ടേണിംഗ് പാർട്ണറിനുള്ള കൊടുക്കാനുള്ള എമൗണ്ട് എന്താണ് അവരുടെ ലോണിലേക്കാണ് മാറ്റുന്നതെന്ന് പറയും. നമ്മുടെ അടുത്ത് എന്താണ് ജേണൽ എൻട്രീസും പിന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. സോ എന്താണ് ഇവിടെ ഓൾറെഡി നമുക്കറിയാം ജനറൽ റിസർവ് ഉണ്ട്. അതെന്താണ് ഓൾഡ് ഷെയറിംഗ് റേഷ്യോയിൽ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ് വരുന്നത് ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ്. 1,20,000 ഉണ്ട്. അപ്പോൾ 1,20,000 അപ്പോൾ അത് എന്താ പറയുക ശിവമാണ് പോകണം. അപ്പോൾ 1/4 എന്നുള്ള ബേസിൽ എത്രയാണ് 30,000 വെച്ചിട്ട് എന്താ പറയുക ശിവത്തിൻ്റെ ക്യാപിറ്റലിലേക്ക് സത്യവും സുന്ദരവും അവരുടെ എന്താ പറയുക ഗെയിനിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ എന്താണ് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ബിൽഡിംഗ്, പിന്നെ അതുപോലെ തന്നെ സത്യത്തിൻ്റെ ലോൺ. അതായത് സത്യം ലോൺ 4,000 ആണ്, പക്ഷേ 85,000 ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ. ബാക്കി എന്താണ് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോകേണ്ടതാണ്. കാരണം ആ വാല്യൂ കുറഞ്ഞതാണ്. സത്യത്തിന് ലോൺ കൊടുക്കാനുള്ള എമൗണ്ട് കുറഞ്ഞേക്കുന്നതാണ്. ഓക്കെ, അത് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോകണം. പിന്നെ എന്താണ് പ്ലാന്റ് മെഷീനറി ഉള്ളത്. പിന്നെ ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ ഡിഗ്രീസ് എന്താണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് കൊടുത്തു. പിന്നെ റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്തു പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് ബാലൻസ് ഓഫ് ചെയ്യുമ്പോൾ ശിവത്തിൻ്റെ ക്യാപിറ്റലിലേക്ക് 2,07,900 ആണ് കൊടുക്കാനുള്ളത്. അത് ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നു. ഇനി എന്താണ് പറയുന്നത് ഇനി ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ് നമ്മുടെ അടുത്ത് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 lakh ആണ് എന്ത് പറയുക ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുന്നത്. അത് 2:3 എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എൻട്രീസ് എല്ലാം പോസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ് വരുന്നത് 1,20,000 1,80,000 അതായിരിക്കും 2:3 എന്ന് പറഞ്ഞ റേഷ്യോ. അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാവും സുന്ദരം എന്ന ആളുടെ ബാലൻസ് എമൗണ്ട് എന്താണ് അത് എക്സസ് ആണ്. അതായത് ക്യാപിറ്റൽ പുള്ളിക്ക് ഇപ്പോൾ ഓൺലൈനിൽ കൂടുതലുണ്ട്. അപ്പോൾ എന്താണ് ഈ എമൗണ്ട് എന്താണ് ഈ ഒരു എമൗണ്ട് ഇനി പുള്ളി അതായത് ഷോർട്ടേജ് ആണ് വന്നേക്കുന്നത് 1,80,000 വേണം, പക്ഷെ അത്ര എമൗണ്ട് എന്താ പറയുക ക്യാപിറ്റൽ ഇപ്പം ഇല്ല. അപ്പോൾ 20,200 എന്താണ് ഈ സുന്ദരം എന്ന് പറയുന്ന ആൾ കൊണ്ടുവരണം. പക്ഷെ എന്താണ് ഈ സത്യം എന്ന ആളുടെ കേസ് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ് 86,900 പുള്ളിക്ക് ഉണ്ട്. അല്ല 1,20,000 കൊണ്ടുവന്നാൽ മതി, പക്ഷെ എക്സ്ട്രാ ഒരു 86,900 ഉണ്ട്. അപ്പോൾ ഇത് പുള്ളിക്ക് വിഡ്രോയും ചെയ്യാം. അപ്പോൾ ഈ വിഡ്രോയിൽ ഇതും കഴിയുമ്പോൾ എന്താണ് ഇവരുടെ ബാലൻസ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് മാച്ച് ആവും. സോ അതിൻ്റെ എൻട്രീസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇത് വെച്ചിട്ട് എന്താണ് നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല.
എന്താണ് ബാലൻസ് ഷീറ്റ് നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ബാലൻസ് ഷീറ്റിൽ എന്താണ് റീവാല്യൂഡ് എമൗണ്ട് ഒക്കെ കാണിച്ചിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ഇതോടുകൂടി എന്താണ് നമ്മുടെ ഈ ഒരു ചെറിയ യൂണിറ്റിൻ്റെ മെയിൻ കൺസെപ്റ്റും ടെക്സ്റ്റ് ബുക്കിലുള്ള ഇലസ്ട്രേഷൻസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഈ യൂണിറ്റിൻ്റെ ബാക്കിലുള്ള ട്രൂ ഓർ ഫോൾസും MCQ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് നോക്കാം. സോ ഇനി എന്താണ് നമുക്ക് നമ്മുടെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ട്രൂ ഓർ ഫോൾസ് എന്താ? ബിസിനസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഹാസ് ടു ബി ക്ലോസ്ഡ് ഇഫ് എനി വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് റിട്ടയർ. ആക്ച്വലി എന്താണ് ഇത് ഫോൾസ് ആണ്. കാരണം അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, പാർട്ട്ണർ പോയാൽ ബിസിനസ് ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. സോ അതിൻ്റെ ആൻസർ ഫോൾസ് തന്നെയാണ്. ഓക്കെ, ഇനി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ നോ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഈസ് റിക്വയർഡ് ഫോർ എനി റിസർവ്സ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ആക്ച്വലി ഇതും ഫോൾസ് ആണ്. കാരണം എന്താണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്താണ്, നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ആഫ്റ്റർ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടിന്യൂ പാർട്ണർ റിമെയിൻ സെയിൽ. ഇതും നിർമ്മമൊന്നുമില്ല. കാരണം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പലയിടത്തും നമ്മൾ കണ്ടതാണ്. 5. ഇഫ് എനി പാർട്ണേഴ്സ് വാണ്ട് ടു റിട്ടയർ ഫ്രം ദർ ബിസിനസ് ഹി മസ്റ്റ് റിട്ടയർ ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താണ് ഇടയ്ക്ക് വെച്ചും പാർട്ണർ എപ്പോഴാണ്, ഇപ്പോൾ പാർട്ണർ മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പാർട്ണറിന് സുഖമില്ലാതാവുക, അത് നമുക്ക് എന്താ പറയുക ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി പുള്ളി എപ്പോഴും കിടപ്പായിരുന്നു വരാം. സോ അങ്ങനെ പറയാനൊന്നും പറ്റില്ല. പുള്ളി ഇങ്ങനെ ഫസ്റ്റ് എപ്പോൾ വേണമെങ്കിലും പുള്ളിയുടെ വിഷ് പ്രകാരം എപ്പോൾ വേണമെങ്കിലും റിട്ടയർ ആവാം. ഓക്കെ, ഇനി റിട്ടയർ പാർട്ണർ ഹാസ് ടു ഫോർഗോ ഹിസ് ഷെയർ ഓഫ് ബിലോൺ ഗുഡ് വിൽ. അങ്ങനെയുമില്ല, ഫോൾസ് ആണ്. കാരണം ഗുഡ് വില് പുള്ളിക്ക് അവകാശമുള്ളതാണ്. സോ അത് പുള്ളിക്ക് ഏൺ ചെയ്യാം, പുള്ളിക്ക് വാങ്ങാനും പറ്റും. ഓക്കെ, അടുത്തത് ഇഫ് എ പാർട്ണർ റിട്ടയർ ഇൻ ബിറ്റ്വീൻ ദ അക്കൗണ്ടിങ് ഇയർ ദെൻ ഹീസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി പ്രോഫിറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ഇയർ അണ്ടിൽ ദ ഡേറ്റ്. ഇതും ഫോൾസ് ആണ്. കാരണം പുള്ളിക്ക് അതുവരെയുള്ള എന്നാണ് റിട്ടയർ ചെയ്യുന്നത് അതുവരെയുള്ള പ്രോഫിറ്റിൽ പുള്ളിക്ക് എന്താ പറയുക അവകാശമുണ്ട്. 7. If the firm has taken any joint life policy then it is to be surrendered at the time of retirement of partners. അത് ട്രൂ ആണ്. ഓക്കെ, കാരണം എന്താണ്, ഫേം ഇസ് എലിജിബിൾ ഫോർ സറണ്ടർ ഓഫ് വാല്യൂ ഓൺ ജോയിന്റ് ലൈഫ് പോളിസി ടേക്കൺ ഓൺ ദ പാർട്ട്നേഴ്സ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. ഓക്കെ, ഇനി എനി ജോയിന്റ് ലൈഫ് പോളിസി റിസർവ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ട്രൂ ആണ്. കാരണം അതാണ് നമ്മൾ ആ മൂന്നാമത്തെ കേസിൽ പറഞ്ഞത്. അതായത് സറണ്ടർ ചെയ്യുന്ന സമയത്ത് എന്താണ് ജോയിന്റ് ലൈഫ് പോളിസി റിസർവിലുള്ള എമൗണ്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ക്യാപിറ്റലിലേക്ക് കൊടുക്കണം. നോ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് നെസസറി ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ. ഫോൾസ് ആണ്. റീവാലുവേഷൻ നെസസറി ആണ്. കാരണം അസറ്റ് ഒക്കെ റീവാല്യൂ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഫോൾസ് ആണ്. ഇനി പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഈസ് ക്രെഡിറ്റഡ് ടു കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ. ഇതും ഫോൾസ് ആണ്. കാരണം എന്താണ്, ഓൾഡ് ഷെയറിംഗ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് നമ്മൾ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ കൊടുക്കുന്നത്. സോ അതിൻ്റെ ആൻസർ ഫോൾസ് ആണ്. പിന്നെ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് CDER partners sharing profit and loss in the proportion 1:2, 1/2 to 1/3, 1/4. Return annual profit share ratio 3:2 ആണ്. അവരുടെ റിസർവ് 12,000 ആണ്. ഡിവൈഡ് ഓൺ പാർട്ണർ. അതായത് റിസർവ് ഈ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അത് 1/2, 1/3, 1/6 റേഷ്യോയിലാണ്. സോ അത് എന്താ പറയുക 12,000 1/2 എന്ന് പറയുന്നത് 6,000 ആയിരിക്കും. 1/3 എന്ന് പറയുന്നത് 4,000 ആയിരിക്കും. പിന്നെ 1/6 എന്ന് പറയുന്നത് 2,000 ആയിരിക്കും. സോ C ആയിരിക്കും അതിന് ആൻസർ. ഒന്നാമത്തെ ആൻസർ C ആണ്. രണ്ടാമത്തത് ABC takes on joint life policy after 5 years. B retires from the firm. Okay, all profit share ratio 2:1 ആണ്. After retirement Aയും Cയും decided to share profit equally. Okay, profit equally ചെയ്യുന്നത്. അവരെന്താ ജോയിന്റ് ലൈഫ് പോളിസി 2,50,000 എടുത്തു. സറണ്ടർ വാല്യൂ 50,000 ആണ്. വാട്ട് വിൽ ബി ദ ട്രീറ്റ്മെന്റ് ഓഫ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ ഓൺ റിസീവിംഗ് JLP amount if joint life policy premium is fully charged to revenue as and when paid. ഓക്കെ, സോ എന്താണ് 50,000 എന്ത് ചെയ്യും? A ആണ് ആൻസർ. കാരണം 50,000 എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിൻ്റെ ഇതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം എന്താണ്, ഇത് റിസർവ് അക്കൗണ്ട് അല്ലെങ്കിൽ ജോയിന്റ് ലൈഫ് പോളിസി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സറണ്ടർ വാല്യൂ നമ്മൾ എന്താണ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. സോ അങ്ങനെ A ആണ് ഇതിൻ്റെ ഉത്തരം.
3C ABC ആണ് എന്താ ജോയിന്റ് ലൈഫ് പോളിസി എടുക്കുന്നത്. ആഫ്റ്റർ 5 years ബി റിട്ടയർ ചെയ്തു. ഓൾഡ് പ്രോഫിറ്റ് ശേഷം 2:1 ആണ്. റിട്ടയർമെന്റിൽ എയും ബി എന്ന റിട്ടയർമെന്റിന് ശേഷം എയും സി എന്നാണ് പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യുന്നു. ജോയിന്റ് ലൈഫ് പോളിസി ഉണ്ട്, അത് സറണ്ടർ വാല്യൂ 50,000 ആണ്. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓൺ റിസീവ് JLP എമൗണ്ട്, അതായത് ജോയിന്റ് ലൈഫ് പോളിസി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ എമൗണ്ട് എങ്ങനെയാണെന്നാണ്. അതായത് ഇതിൽ നോ ട്രീറ്റ്മെന്റ് റിക്വയർഡ്, കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഇത് പോവുകയില്ല. ഓക്കെ, ഇനി എന്താ പറയുന്നത്, എ ബി ആൻഡ് സി ആണ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 2:1. ഓൺ റിട്ടയർമെന്റ് ഓഫ് ബി ഗുഡ് വില് 30,000 ആണ്. അത് എയുടെയും സിയുടെയും കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് പറയുന്നത്. അത് ബിക്ക് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള എയുടെയും സിയുടെയും കോൺട്രിബ്യൂഷൻ അത് 2:1 റേഷ്യോ ആയിരിക്കും. സോറി 2:1 അല്ല, 20,000 അതല്ല, ഇല്ല ബിയുടെ ബി ആണ് പോകുന്നത്. അപ്പോൾ ബിയുടെ ഷെയർ ആണ്. ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 2 ആണ്. 30 × 2/5 എന്ന് പറയുമ്പോൾ ഏകദേശം 12,000 വരും. അത് എന്താ പറയുക 2:1 റേഷ്യോയിൽ. അപ്പോൾ 8,000 4,000 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. സോ ബി ആണ് ഉത്തരം. അഞ്ചാമത്തത് എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് 2:1 ആണ്. അവരുടെ ക്യാപിറ്റൽ ബാലൻസ് 50,000 ആണ്. എയും ബിയും ഓക്കെ, എയ്ക്കും ബിക്കും 50,000 വെച്ചിട്ടാണ്. പിന്നെ സിക്ക് 25,000 ആണ്. ബി റിട്ടയർ ചെയ്യുകയാണ്. റിസർവ് അതുപോലത്തെ റിസർവ് 15,000 ആണ്. ഗുഡ് വില് 30,000 ആണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് റീവാലുവേഷൻ 70,000 ആണ്. ദെൻ എത്ര എമൗണ്ട് ആണ് എന്താ പറയുക ലോൺ അക്കൗണ്ടിലേക്ക് മാറേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ബിയുടെ ക്യാപിറ്റൽ 50,000 അത് ലോൺ അക്കൗണ്ടിലേക്ക് പോകും, കാരണം പുള്ളിക്ക് റീപേ ചെയ്യാനുള്ളതാണ്. പിന്നെന്താണ് റിസർവ് ഡേറ്റിലുള്ള 15,000 അതിൻ്റെ ബിയുടെ ഷെയർ 15,000ൻ്റെ 2/5 എന്ന് പറയുമ്പോൾ 3,000 × 2 6,000 rupees. ഗുഡ് വില്ലിൻ്റെ ബിയുടെ ഗുഡ് വില്ലിൻ്റെ ഷെയർ ഓക്കെ, അത് എത്രയായിരിക്കും 30,000 × 2/5 30/5 6,000 6,000 × 2 12,000 വരും. ഓക്കെ, ഇനി എന്താണ് റീവാലുവേഷൻ പ്രോഫിറ്റ്. ഓക്കെ, സോറി പ്രോഫിറ്റ് അത് 7,050 ഡിവൈഡ് ബൈ 5 × 2,820. അപ്പോൾ ടോട്ടൽ എത്രയാണ് 50,000 + 6,000 + 12,000 + 2,820. സോ ഇതിൻ്റെ ആൻസർ പറയുക എ ആയിരിക്കും. അത് എ ആണ്. ടോട്ടൽ ചെയ്യുമ്പോൾ 70,820 തന്നെ വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ എ. ഓക്കെ ഓക്കെ ഇനി എന്താണ് എ ബി സി പാർട്ട്നേഴ്സ് ആണ്. അവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് 3:1 ആണ്. സി റിട്ടയർ ചെയ്തു. ഗുഡ് വിൽ ഓഫ് ദ ഫേം 60,000 ആണ്. അതായത് എന്തോരാണെന്ന് പറയട്ടെ പാർട്ട്ണറുള്ള ഗുഡ് വിൽ എന്നാണ് പറയുന്നത്. സോ എന്താണ് 1/6 ആയിരിക്കും. സോ 10,000 കാരണം സി ആണ് റിട്ടയർ ചെയ്യുന്നത്. പുള്ളിയുടെ ഷെയർ 1/6 ആണ്. 1/6 × 60 10,000 ആണ് വരുന്നത്. ഇനി എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. സിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക 3:1. ഗുഡ് വിൽ 24,000 ആണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വഴി എന്താ പറയുക ഗെയിനിങ് ആൻഡ് സാക്രിഫൈസ് റേഷ്യോയിൽ നമ്മൾ എന്താ പറയുക അതാണ് മീൻസ് ആ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, കാരണം എന്താണ് ഗുഡ് വില്ല് നമ്മൾ ആസറ്റായിട്ട് കാണിക്കാൻ പറ്റില്ല, റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റില്ല. സോ ബി ആണ് ഉത്തരം. ഓക്കെ, ബാലൻസ് ഓഫ് എ ബി സി ആണ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ടു ദ റേഷ്യോസ് ടു 2 lakh 3 lakh 2 lakh. എ എന്താ പറയുക റിട്ടയർ ആവാൻ തീരുമാനിച്ചു. അപ്പോൾ ബിയും സിയും എന്താ പറയുക ഷെയർ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യാൻ വെച്ചു. ഗുഡ് വിൽ 1,40,000 ആണ് ഗുഡ് വിൽ അക്കൗണ്ട് റേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നതാണ്.
അപ്പോൾ ഗുഡ് വില്ലിൻ്റെ ഇത് വരുന്നത് ഓക്കെ എന്താണ് പാർട്ട്നേഴ്സിന് ഗുഡ് വിൽ ഒരിക്കലും എന്താ പറയുക അവൻ്റെ പാർട്ട്നേഴ്സ് അക്കൗണ്ട് അവിടെ എന്താ പറയുക ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ല ഗുഡ് വില്ലിൻ്റെ. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എയുടെ അക്കൗണ്ടും എയ്ക്കായിരിക്കും എയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, ബിയുടെ അക്കൗണ്ടും അതുപോലെ തന്നെ സിയുടെ അക്കൗണ്ടും ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, കാരണം എന്താണ് സിക്ക് മിക്കവാറും എന്താ പറയുക സാക്രിഫൈസിങ് റേഷ്യോ ആയിരിക്കും. ഓക്കെ, സോ 8 സി ആണ്, അല്ലെങ്കിൽ എന്താണ് ലോജിക്കലി നോക്കിയാലും സി ആണ് ആൻസർ വരിക. അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ഗുഡ് വില്ലിൻ്റെ ഷെയറിങ് നടത്താൻ പറ്റുകയുള്ളൂ. ഇനി എന്താണ് നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഞാനിത് ഈ ഒരു ഇതിൽ കാണിച്ചു ഈ ഒരു ഓക്കെ ഇതിൽ ക്വസ്റ്റ്യൻസും മറ്റേതിൽ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താ പറഞ്ഞാൽ രാം രാഹുൽ രോഹിത് ഇവർ മൂന്നുപേരും പാർട്ണർഷിപ്പാണ് ചെയ്യുന്നത്. അവരുടെ ക്യാപിറ്റൽ റേഷ്യോയും ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. രാം എന്ത് ചെയ്തു? റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിച്ചു. റിമൈനിങ് പാർട്ട്നേഴ്സ് ഇത് ക്യാരി ഔട്ട് ചെയ്യും ഈ ബിസിനസ്. ഓക്കെ, ഇറ്റ് വാസ് അഗ്രീഡ് ടു റീവാല്യൂ ദസ്റ്റ് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ഫോളോവിംഗ്. ഓക്കെ, റീവാല്യുവേഷൻ എമൗണ്ട് ആണ് തന്നേക്കുന്നത്. ലാൻഡും ബിൽഡിംഗ് അപ്രീഷിയേറ്റ് ചെയ്യണം. മെഷീനറി ഡിപ്രീഷിയേറ്റ് 20%. ക്ലോസിംഗ് സ്റ്റോക്ക് 80,000 ആയിരിക്കും. ബാഡ് അപ് ടു 5% ആയിരിക്കും. പിന്നെന്താ പറയുക ക്രെഡിറ്റ് ബാലൻസ് അണ്ടർ ക്രെഡിറ്റിൻ്റെ 10,000 റൈറ്റ് ഓഫ് ചെയ്യണം. പിന്നെന്താണ് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്താണ് 60,000 സറണ്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുഡ് വില്ല് 1,80,000 ആണ്. ഇതിൽ എന്താ പറയുക രാമിൻ്റെ ഷെയർ എന്താണ് രാഹുലിൻ്റെ രോഹിത്തിൻ്റെ അക്കൗണ്ട് വഴി എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവരുടെ ഫ്യൂച്ചർ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈക്വൽ ആണ്. പിന്നെന്താണ് ഗുഡ് വിൽ ഓക്കെ. പിന്നെന്താണ് ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഇറ്റ്സ് സെയിം ആസ് ബിഫോർ റിട്ടയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിൽ ചേഞ്ച് ഒന്നുമില്ല, അങ്ങനെ വേണം നമ്മൾ പുതിയതായി ചെയ്യാൻ. പിന്നെ എന്താണ് ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലായിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലായിരിക്കും. പിന്നെ എന്താണ് രാമിന് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് 50% എന്താണ് ക്യാഷ് ആയിട്ട് സെറ്റ് ചെയ്യുക, ബാലൻസ് വിത്തിൻ 1 ഇയർ സെറ്റിൽ ഓഫ് ചെയ്യും. അപ്പോൾ അത് ലോൺ അക്കൗണ്ടിലേക്ക് 50% ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന്. സോ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്കറിയാം റീവാലുവേഷൻ അക്കൗണ്ട് അത് നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്യണം, യൂഷ്വലി പ്രിപ്പയർ ചെയ്യണ പോലെ. പിന്നെന്താണ് ജോയിൻറ്റ് ലൈഫ് പോളിസി സറണ്ടർ ചെയ്ത എമൗണ്ടും എന്താ പറയുക കാരണം അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അസറ്റ് സൈഡിൽ ഓക്കെ ജോയിൻറ്റ് ലൈഫ് പോളിസി സറണ്ടർ ചെയ്തത് 60,000 ക്യാഷ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കാം. അതായത് ക്യാഷിൻ്റെ ബാങ്ക് ബാലൻസ് കൂടിയല്ലോ അതുകൊണ്ട് തന്നെ. ഇനി എന്താണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അതിലെന്തൊക്കെ വരും? ഓപ്പണിംഗ് ബാലൻസ് വരും, പിന്നെ റീവാലുവേഷനിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരും, പിന്നെ എന്താണ് ക്യാഷ് ബ്രോഡ് ഫോർവേഡ് ചെയ്തത്, അതുപോലെ തന്നെ രാമിന് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ബാലൻസ് എന്താ പറയുക ഇത്രയായിരിക്കും. രാഹുലിനും രോഹിത്തിനും എന്താ പറയുക ബാലൻസ് വരേണ്ടത് 3 lakh ഈച്ച് ആയിട്ട് കാരണം ഈക്വൽ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലാണല്ലോ അതുകൊണ്ട്. അതായത് നമ്മൾ ഇതൊരു ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, കാരണം എന്താണ് നമുക്ക് ഇവർ പറഞ്ഞിട്ട് എന്താണ് ടോട്ടൽ ക്യാപിറ്റലിൽ ചേഞ്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവരുടെ മീൻസ് പുതിയ ഇതിൻ്റെ ക്യാപിറ്റലാണെങ്കിലും ഓക്കെ ഒരു മിനിറ്റ് പുതിയ ഫേമിൻ്റെ അതായത് പുതിയതായിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഫേമിൻ്റെ ഇതും 6 lakh തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ രാഹുലും രോഹിത് ഈക്വലിയാണ് ഒരു ഷെയർ ചെയ്യുന്നതെങ്കിൽ അത് 3 lakh വെച്ചിട്ടായിരിക്കും. അപ്പോൾ ബാലൻസ് വരുന്നത് എന്താ പറയുക ഷോർട്ടായിട്ടുള്ള എമൗണ്ട് ഇവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താണ് രാമിൻ്റെ ലോൺ അക്കൗണ്ടാണ് പറയുന്നത്. 2,10,000 ആയിരിക്കും പുള്ളിയുടെ കൊടുക്കാനുള്ള എമൗണ്ട്. മീൻസ് അതായത് 4,20,000 ആണ് രാമിന് ആക്ച്വലി പേ ചെയ്യാനുള്ള എമൗണ്ട്. അതിലെന്താണ് ബ്രോഡ് ഫോർവേഡായിട്ട് 2,10,000 വരുന്നു ക്യാപിറ്റലിൽ നിന്ന്. അത് അടുത്ത കൊല്ലത്തേക്ക് ആഡ് ഓൺ ചെയ്യുന്നു. പിന്നെ അടുത്ത കൊല്ലം അത് പേ ഓഫ് ചെയ്തതായിട്ട് കാണിക്കേണ്ടി വരും. പിന്നെന്താണ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മൾ തിരിച്ചാണ് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് എന്താ പറയുക പുള്ളിക്ക് കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ ബാലൻസ്. അതെന്താണ് ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് എന്താണ് രാഹുലിൻ്റെ രോഹിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് രാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വർക്കിംഗ് നോട്ടായിട്ട് വരുന്നത്. സോറി. പിന്നെ ഓഫ് കോഴ്സ് എന്താ പറയുക ഇതിൻ്റെ ജേർണൽ എൻട്രീസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്യുക. സോറി ജേർണൽ എൻട്രീസ് അല്ല, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആണ്. സോറി.
ഗുഡ് വില്ലിൻ്റെ ക്യാപിറ്റൽ ഗെയിനിങ് റേഷ്യോ എങ്ങനെയാണ് അറൈവ് ചെയ്യുന്നതെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ABC പാർട്ണേഴ്സ് ആണ്. അവരെന്താണ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2:1 എന്നുള്ള ബേസിസിലാണ്. ഓക്കെ, ഇതിലെന്താണ് എ ആണ് അക്കൗണ്ട്, എ ആണ് എന്താ പറയുക റിട്ടയർ ആവുന്നത്. എഗ്രിമെൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് 42,000 ആണ്. അതെന്താണ്, അതിലൊരു 6,000 ബി എന്ന് പറയുന്ന പാർട്ണർക്ക് ബോണസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്താണ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് 2:3:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ്. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, ആദ്യം ഇത് 42,000 റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ റിവൈസ് ചെയ്യണം. എന്നിട്ട് ഇതെന്താണ്, ഇതിൽ ബോണസിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ പ്രോഫിറ്റ് ഷെയർ ക്യാപിറ്റലിലേക്ക് കൊടുക്കുമ്പോൾ അത് ഈ ന്യൂ ഷെയറിംഗ് റേഷ്യോയിൽ വേണം കൊടുക്കാൻ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പിന്നെ ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് സിമ്പിൾ ആവറേജ്, അതിനുള്ള പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട്. 2 years പർച്ചേസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ് റീവാലുവേഷൻ്റെ ഫിഗേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെന്താണ് ഓക്കെ, ബി ഇവിടെ പറയുന്ന ഒരു സെപ്പറേറ്റ് കേസ് എന്ന് പറഞ്ഞാൽ എയ്ക്ക് റിട്ടയർ ആവുന്ന എയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് ബി ആയിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ എന്താണ് ഇവിടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:1 ആണ്. അതായത് അതുപോലെ തന്നെ എന്താണ് ബുക്ക് വാല്യൂ തന്നെ എന്താ പറയുക, ഇവരുടെ ഫിക്ചേഴ്സും അതായത് അസറ്റൊക്കെ റീവാല്യൂ ചെയ്തൊക്കെ ബുക്ക് വാല്യൂ തന്നെ കീപ്പ് ചെയ്യാമെന്ന് അഗ്രി ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ വാല്യൂ 3 lakh ആണ്. ഇത് നല്ല ന്യൂ റേഷ്യോയിൽ വേണം കീപ്പ് ചെയ്യാൻ. അപ്പോൾ 3 lakh 3:1 എന്ന റേഷ്യോയിൽ വേണം നമ്മൾ കീപ്പ് ചെയ്യാൻ. ജേണൽ എൻട്രീസ് അതുപോലെ തന്നെ ബാക്കി അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ആദ്യം എന്താണ് ആ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് 42,000 നമ്മളെന്താണ് ക്യാപിറ്റലിൽ നിന്ന് തിരിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. അത് എന്താണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലായിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൽ എമൗണ്ട്, അതായത് ബിയുടെ എമൗണ്ട് ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് കാണിക്കുക. ബോണസ് എമൗണ്ട് ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്തതായിട്ട് കാണിക്കുക 6,000 വെച്ചിട്ട്. ഇനി റിവൈസ് ചെയ്തേക്കണം. അതായത് 40,000 6,000 കുറച്ചിട്ടുള്ള എമൗണ്ട് എന്താണ് റിവൈസ്ഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് മൂന്നാമത്തെ എൻട്രി വരുന്നത്. ഓക്കെ, ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇത് എന്താ പറയുക ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുന്നത്. പിന്നെ ഒരു വെറൈറ്റി പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത് നമ്മൾ നോക്കുന്നത്. പിന്നെ എന്താണ് ഫിക്ചേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. സോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് നമ്മൾ എന്താണ് അവിടെ ക്യാപിറ്റലിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അല്ലാതെ റീവാലുവേഷൻ അക്കൗണ്ട് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. പിന്നെ വരുന്നത് എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അത് നമ്മൾ ഇത് റേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓൾറെഡി ഉള്ള പ്രൊവിഷനിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 6% ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 6% ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ട് ആ ഒരു റേഷ്യോയിൽ എന്താ പറയുക പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. പിന്നെന്താണ് ബിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എയുടെ ക്യാപിറ്റലിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ എൻട്രി ആണ് ഇവിടെ കൊടുത്തിരുന്നത്. ആ എൻട്രി ഇടുന്നതിന് മുമ്പ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 6 ബോണസ് കൊടുത്തത്. പിന്നെ എന്താണ് പുതിയ റിവൈസ് ചെയ്തേക്കുന്ന ഷെയർസ് വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫിക്സ്റ്റേഴ്സ് ആ റിവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ആ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഓപ്പണിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത്. പിന്നെ എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അതിൻ്റെ ഷെയർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് എന്താണ് നമ്മൾ ബിയുടെ അക്കൗണ്ട് നമ്മൾ നോക്കിയാണ്. ഇത് വെച്ചിട്ട് പിന്നെ വരുന്നത് ഓക്കെ ഗുഡ് വില്ലിൻ്റെ വാല്യൂവും കൂടി നമ്മൾ ഇതിൽ ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണിപ്പോൾ എന്താ പറയുക ഗുഡ് വില്ലിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അതായത് 18,000 അതിൻ്റെ എൻട്രി ഇവിടെ പ്രോസസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 18,667 ആണ് എയുടെ ക്യാപിറ്റലിൻ്റെ ഗുഡ് വില്ലായിട്ട് വരുന്നത്. അതിന് ബിയുടെയും സിയുടെയും എന്താ പറയുക ഗെയിനിങ് റേഷ്യോയിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. സോ അതിൻ്റെ എൻട്രിയും എന്താ പറയുക പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരേണ്ടതുണ്ട്. അത് എയുടെ അക്കൗണ്ടിൽ 18,000 വന്നു. ബാക്കിയുള്ളത് എന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി ബിയുടെയും സിയുടെയിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ഇനി നമുക്ക് എയുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ 1,62,334 ആണ് വരുന്നത്. അത് ബിയുടെ ക്യാപിറ്റലിലേക്ക്, കാരണം ബി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബിയുടെ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്.
സോ ബിയുടെ ക്യാപിറ്റൽ 1,62 ഒരു എൻട്രി വരും. ഓക്കെ, സോ ഇനി എന്താണ്, ഇനി നമുക്ക് എന്താണ് ബിയുടെയും സിയുടെയും നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി എന്താണ് ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് അറിയാം. കാരണം എന്താണ് 3 lakh ആണ് ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3:1 റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബിയുടെ ക്യാപിറ്റൽ എത്രയാണ് ഇനി വരേണ്ടത്? 2,25,000 സിയുടെ ക്യാപിറ്റൽ 75,000 ആണ് വരേണ്ടത്. ഓക്കെ, സോ ഇനി നമ്മൾ ടോട്ടൽ ഓഫ് ചെയ്യുമ്പോൾ എന്താണ് ബാലൻസ് ഫിഗർ, അതായത് ബിയുടെ ഒരു എന്താ പറയുക ഒരു എമൗണ്ട് എക്സസ് വന്നിട്ടുണ്ട്, അതായത് ബിക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ എമൗണ്ട് ബാലൻസ് ഫിഗർ ആയിട്ട് ക്യാഷ് ആയിട്ട് നമ്മൾ പേ ചെയ്തതായിട്ട് കാണിക്കുന്നു. എന്നാൽ സിയുടെ കേസിൽ ഡിഫറെൻ്റ് ആണ്. സിയുടെ കേസിൽ 75,000 ഉണ്ട്, പുള്ളിയുടെ പക്ഷെ എന്താണ് ബാലൻസിൽ അത്രയും വരുന്നില്ല. അപ്പോൾ സിയുടെ അക്കൗണ്ടിൽ എന്താണ് ഈ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ് പുള്ളി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ എൻട്രി നമ്മൾ എന്താണ് ഈ എൻട്രിയാണ് നമ്മൾ ഓക്കെ ഈ എൻട്രിയും കൂടി നമ്മൾ ജേർണൽ എൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ആ എൻട്രിയും കൂടി നമ്മൾ ജേർണൽ എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ ക്യാഷ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ബാലൻസ് നമുക്ക് ഇവിടെ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റ് ബി ആൻഡ് സിയുടെ ആഫ്റ്റർ എയുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, സോ ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തതാണ്. ആയിപ്പാടി എന്താ പറയുക വേറെ പ്രത്യേകിച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒന്നുമില്ല. ഓക്കെ, സോ ഇതാണ് എന്ത് പറയുക, ഇതോടുകൂടി ചാപ്റ്റർ 10 യൂണിറ്റ് 4 ഇവിടെ എൻഡ് ചെയ്തേക്കാണ്. സോ എന്താണ് റിട്ടയർമെന്റ്, ഒരു പാർട്ണറിന്റെ റിട്ടയർമെന്റ് സമയത്ത് വരുന്ന ഒട്ടുമിക്ക പ്രോബ്ലംസും എല്ലാ പ്രോബ്ലംസും തന്നെ ഈ യൂണിറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.